ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സഹകാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ടോട്ടൽ ഇൻകം ആൻഡ് അസസി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഇൻകം ടാക്സിലെ ടോട്ടൽ ഇൻകം എന്നാണെന്നും അതായത് ടാക്സബിൾ ഇൻകം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ആരാണ് അസസി, അതുപോലെ തന്നെ അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ പോലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ അഗ്രികൾച്ചർ ഇൻകം എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഇൻകം അതുപോലെ തന്നെ ക്യാഷ്വൽ ഇൻകത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതിൻ്റെ ക്ലാസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ചധികം തിയറീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അഥവാ ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻകം, അതുപോലെ തന്നെ ക്യാഷ്വൽ ഇൻകം, അതുപോലെ തന്നെ അസസി, അതുപോലെ തന്നെ അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ പോലുള്ള കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പേഴ്സൺ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഫസ്റ്റ് നോക്കുന്നത് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് പേയബിൾ, എങ്ങനെയാണ് ഒരാളുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അസസി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ഇൻകം ഉണ്ടായി കഴിഞ്ഞാൽ ആ വ്യക്തി എന്താ ചെയ്യേണ്ടത്? ടാക്സ് അടയ്ക്കണം അല്ലേ? ഒരു വർഷത്തെ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന്മേൽ അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് അടയ്ക്കണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന്മേൽ അസസ്മെൻറ്റ് ഇയറിലെ ടാക്സ് എന്ത് ചെയ്യണം? ഇദ്ദേഹം അടയ്ക്കേണ്ടതായിട്ടുണ്ട്, അസസി അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടത്? അദ്ദേഹത്തിന് പലതരത്തിലുള്ള വരുമാനം കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ നിങ്ങളൊന്ന് എടുക്കുക, നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻകം ഫ്രം സാലറി കിട്ടാം, ഹൗസ് പ്രോപ്പർട്ടി കിട്ടാം, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ കിട്ടാം, ക്യാപിറ്റൽ ഗെയിൻ കിട്ടാം, ലോട്ടറി അടിച്ച് ഇൻകം ഫ്രം അതർ സോഴ്സ് കിട്ടാം. അങ്ങനെ വേരിയസ് സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പല ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്ന് വരുമാനം വരുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ടോട്ടൽ ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷെ അത് ടോട്ടൽ ചെയ്യുന്നതിന്, ആ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള മാർഗ്ഗരേഖ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻകം ടാക്സ് ആക്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നിർണ്ണയിക്കണം. അതായത് അസസി, ഇപ്പം ഞാൻ എവിടെയുള്ള ആളാണ്, ഇന്ത്യയിലുള്ള ആളാണോ വിദേശത്തുള്ള ആളാണോ എന്ന് എന്ത് ചെയ്യണം? ആദ്യം നിർണ്ണയിക്കണം. അത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 3 കാറ്റഗറിയാണ്. ഒന്ന് ഓർഡിനറി റെസിഡൻ്റ് ഉണ്ട്, സെക്കൻഡ് വണ്ണാണ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ഉണ്ട്, തേർഡ് വണ്ണാണ് നോൺ റെസിഡൻ്റ് ഉണ്ട്. അപ്പോൾ ഓർഡിനറി റെസിഡൻ്റ് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് വേറൊരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്, അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓർഡിനറി റെസിഡൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഭൂരിഭാഗം സമയവും സ്പെൻഡ് ചെയ്യുന്ന വ്യക്തിയെയാണ് ഇത് വിളിക്കുന്നത് ഓർഡിനറി റെസിഡൻറ്റ്. നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് നിൽക്കുന്ന ഒരു 50-50 നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ത്? നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. നോൺ റെസിഡൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ കുറച്ച് സമയവും ഭൂരിഭാഗം സമയം വിദേശത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഇത് വിളിക്കുക നോൺ റെസിഡൻറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓർഡിനറി റെസിഡൻ്റ് ആണോ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ, നോൺ റെസിഡൻ്റ് ആണോ എന്ന് നമ്മൾ നിർണ്ണയിക്കണം. അതെന്തിനാ അപ്പം അങ്ങനെ നിർണ്ണയിക്കുന്നത്? അതായത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്മേൽ ടാക്സബിൾ ആണോ ടാക്സബിൾ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു വരുമാനം കിട്ടി. എവിടെ നിന്ന് കിട്ടിയത്? ഇന്ത്യയിൽ നിന്ന് വരുമാനം കിട്ടി. എനിക്ക് ഇന്ത്യയിൽ നിന്ന് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും നോൺ റെസിഡൻ്റ് ആണെങ്കിലും ടാക്സ് അടച്ചേ പറ്റുള്ളൂ. അതേസമയം വിദേശത്തു നിന്നാണ് എനിക്ക് വരുമാനം കിട്ടുന്നതെങ്കിൽ ഓർഡിനറി റെസിഡൻ്റ് ടാക്സ് അടയ്ക്കണം, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ടാക്സ് അടയ്ക്കണം. ആര് ടാക്സ് അടയ്ക്കേണ്ട? നോൺ റെസിഡൻ്റ് ടാക്സ് അടയ്ക്കേണ്ട. പക്ഷേ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്ന് പറയുന്ന ആൾ ചില വിദേശത്തു നിന്ന് കിട്ടുന്ന ചില ഇൻകത്തിന്മേൽ മാത്രം ടാക്സ് അടച്ചാൽ മതി, ചില ഇൻകത്തിന്മേൽ എന്ത് ചെയ്യേണ്ട? ടാക്സ് അടയ്ക്കേണ്ട. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? നമ്മൾക്ക് കിട്ടുന്ന ഇൻകം ഇന്ത്യയിൽ നിന്നും ഇൻകം കിട്ടാം, വിദേശ രാജ്യത്തു നിന്നും നമുക്ക് ഇൻകം കിട്ടാം. അപ്പോൾ എനിവേ ഞാനൊരു ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ എവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്മേൽ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടി വരും. പക്ഷേ ഒരു നോട്ട് ഓർഡിനറിയോ നോൺ റെസിഡൻ്റ് ആണെങ്കിൽ ഞാൻ വിദേശത്തുനിന്ന് കിട്ടുന്ന ഇൻകത്തിന്മേൽ ചിലപ്പോൾ ടാക്സ് അടയ്ക്കേണ്ട വരില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം നിർണ്ണയിക്കേണ്ടത് നമ്മളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. ഞാൻ ആരാണ്? ഓർഡിനറി റെസിഡൻ്റ് ആണോ, നോട്ട് ഓർഡിനറി ആണോ, അതോ നോൺ റെസിഡൻ്റ് ആണോ എന്നാണ് ആദ്യം നമ്മൾ നിർണ്ണയിക്കേണ്ടത്. എന്നിട്ടാണ് ടാക്സ് ലയബിലിറ്റിയിലേക്ക് പോകേണ്ടത്.
അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻകം അണ്ടർ ഡിഫറെൻറ്റ് ഹെഡ്. അപ്പോൾ നമുക്ക് 5 ഹെഡ് ഓഫ് ഇൻകം ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഇൻകം ഫ്രം സാലറി ഉണ്ട്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ട്. ഇങ്ങനെ 5 ഹെഡ് ഓഫ് ഇൻകം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ വരുമാനം നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒന്ന് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ പൈസയിലേക്ക് നോക്കുക. അപ്പോൾ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് 12,000 രൂപ വന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം ഇത് സാലറിയാണ്, എനിക്ക് സാലറി ആയിട്ട് അവർ തന്നാണ്. വേറെ സ്ഥലത്ത് നിന്ന് ഒരു 14,000 രൂപ കിട്ടി, ഇതെനിക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇൻകമായിട്ട് റെൻറ്റ് കിട്ടിയതാണ്. ദെൻ അടുത്തതൊരു 5 lakh വന്നു, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് പ്രൊഫഷൻ. സോ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനങ്ങൾ ഇന്നതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം ഒന്ന് തരംതിരിക്കും, ക്ലാസിഫൈ ചെയ്യും. സോ 5 ഹെഡ്സ് ഓഫ് ഇൻകം നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ക്ലാസിഫൈ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ പെൻഷൻ കിട്ടിയിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ HR കിട്ടിയിട്ടുണ്ടാവും, ഹൗസ് റെൻ്റ് അലവൻസ് കിട്ടിയിട്ടുണ്ടാവാം, അതുപോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് കാറ് തന്നിട്ടുണ്ടാവാം. അപ്പോൾ കാർ എന്ന് പറയുന്നത് ഏതാ? ഇൻകം ഫ്രം സാലറിയിൽ വരുന്നതാണ്. അപ്പോൾ അത് എനിക്ക് കാറ് കിട്ടി, സോ അത് ഇൻകം ഫ്രം സാലറിയിൽ വരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? തരംതിരിക്കുന്നു. സോ വ്യത്യസ്ത സോഴ്സ് ഓഫ് ഇൻകംസ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ഇൻകമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 5 ആയിട്ട് തരംതിരിക്കണം. ഇത് ഇൻകം ഫ്രം സാലറിയിൽ വരുന്നു, ഇത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്നു, ഇത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിൽ വരുന്നു, ഇത് ക്യാപിറ്റൽ ഗെയിനിൽ വരുന്നു, ഇത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നു എന്ന് പറഞ്ഞാൽ തരംതിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യണം. സെക്കൻഡ് വൺ ആണ് ക്ലാസിഫിക്കേഷൻ. തേർഡ് വൺ ആണ് എക്സ്ക്ലൂഷൻ ഓഫ് ഇൻകം നോട്ട് ചാർജ്ഡ് ടാക്സ്. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത കൂട്ടത്തിലാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 5 ലക്ഷം രൂപ എങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അത് നമ്മുടെ അഗ്രികൾച്ചർ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്തു? വിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ വരുമാനമാണ്. അപ്പോൾ ആ വരുമാനം ഇൻകം ഫ്രം സാലറിയിൽ പെടൂ? ഇല്ല, പെടില്ല. കാരണം എന്താ? എംപ്ലോയർ റിലേഷൻഷിപ്പിൽ കിട്ടിയതല്ല. അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരും? ഇല്ല. വീട് വാടകയ്ക്ക് കൊടുത്ത് കിട്ടിയ വരുമാനമല്ല. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ, നമ്മുടെ ബിസിനസ് ആണോ? അതല്ല, അത് കൃഷിയാണ്. ദെൻ ക്യാപിറ്റൽ ഗെയിൻ വസ്തു വിറ്റിട്ട് കിട്ടിയതാണോ? അതുമല്ല. ഇൻകം ഫ്രം അതർ സോഴ്സ് ആണോ? അതുമല്ല. ഈ 5 ഹെഡിലും അല്ലാത്ത വേറൊരു ഇൻകം അല്ലേ അത്? അപ്പോൾ അതെന്താണ്? അത് അഗ്രികൾച്ചർ ഇൻകം ആണെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റി. ആ അഗ്രികൾച്ചർ ഇൻകം നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിൽ നിയമത്തിൽ പറയുന്നു ഇറ്റ് ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസിഫൈ ചെയ്തപ്പോൾ 5 ക്ലാസിഫൈ ചെയ്തപ്പോൾ ഒരു അഗ്രികൾച്ചർ ഇൻകം എന്നും കൂടി വന്നു. ആ അഗ്രികൾച്ചർ ഇൻകത്തിന് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്ക്ലൂഷൻ ഓഫ് ഇൻകം നോട്ട് ചാർജ്ഡ് ടാക്സ്, അതിനെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ആദ്യം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നു, ദെൻ ഓരോ ഹെഡ് ഓഫ് ഇൻകം നമ്മൾ തരംതിരിക്കുന്നു, ദെൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ഐറ്റംസിനെ നമ്മൾ ഒഴിവാക്കുന്നു. ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്? കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അണ്ടർ ഈച്ച് ഹെഡ്. ഓരോ ഹെഡ് ഓഫ് ഇൻകം സെപ്പറേറ്റ് കമ്പ്യൂട്ട് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ഓരോ ഇൻകവും സെപ്പറേറ്റ്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ എംപ്ലോയർ എന്ത് ചെയ്തു? 12,000 രൂപ അടിസ്ഥാന ശമ്പളം ബേസിക് സാലറി ആയിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. HRA ഹൗസ് റെൻ്റ് അലവൻസ് ആയിട്ട് ഒരു 10,000 രൂപ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 5,000 റുപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഓക്കെ, ഇതെല്ലാം സാലറിയിൽ വരുന്നതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇൻകം ഫ്രം സാലറിയിലായിട്ടുള്ള ബേസിക് പേ, HRA, DA അങ്ങനെയുള്ളതിനെയൊക്കെ ഞാൻ എന്ത് ചെയ്തു? ഒരുമിച്ച് കമ്പ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ബേസിക് സാലറി എന്ന് പറയുന്നത് 12,000 റുപ്പീസ് ഉണ്ട്. ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് 10,000 റുപ്പീസ് ഉണ്ട്. അപ്പോൾ എത്ര? ഡിയർനെസ് അലവൻസ് 10,000 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര? 22,000 ആയി. പിന്നെ പോയിട്ട് എന്താണ്? HRA എന്ന് പറയുന്നത് 10,000 റുപ്പീസ് ഉണ്ട്. അപ്പോൾ എത്ര? 32,000 റുപ്പീസ് ആയി, 32,000 രൂപ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇൻകം ഫ്രം ഈച്ചർ ഹെഡ് കമ്പ്യൂട്ട് ചെയ്തു. അപ്പോൾ 32,000 രൂപ. അതിൽ ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറയുന്ന അലവൻസിന് ചില ഇളവുകളുണ്ട്. ആ ഇളവ് ഞാൻ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് എക്സംഷൻസ് ഞാൻ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അപ്പോൾ എന്താ ചെയ്യണത്? കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അണ്ടർ ഈച്ചർ ഹെഡ്. ഓരോ ഹെഡും ഞാൻ എന്ത് ചെയ്യും? സെപ്പറേറ്റ് കമ്പ്യൂട്ട് ചെയ്യും. അങ്ങനെ ഇൻകം ഫ്രം സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലും ചില ഇളവുകളുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷനിലും ചില ഇളവുകളുണ്ട്. ക്യാപിറ്റൽ ഗെയിനിലും ഇളവുകളുണ്ട്. ഇൻകം ഫ്രം അതർ സോഴ്സിലും ചില ഇളവുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ ഹെഡും സെപ്പറേറ്റ് എന്ത് ചെയ്യണം? കമ്പ്യൂട്ട് ചെയ്യണം. അല്ലാതെ ഒരുമിച്ച് കമ്പ്യൂട്ട് ചെയ്യരുത്. എല്ലാം സെപ്പറേറ്റ് ഓരോന്നും തരംതിരിച്ച് കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഇൻകം ഫ്രം എന്താണ്? നമുക്ക് ബേസിക് പേ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് സാലറിയിൽ വരുന്നതാണ്. പെർക്വിസിറ്റ് കിട്ടി. ഓക്കെ, സാലറിയിൽ വരുന്നതാണ്.
അതുപോലെ തന്നെ എന്താണ് പെൻഷൻ കിട്ടി, അത് സാലറിയിൽ വരും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഓരോന്നിലേക്ക് തരം തിരിച്ച് വെക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻ. കമ്പ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അത് ടോട്ടൽ ചെയ്യുന്നതാണ്, ഓരോ ഹെഡും സെപ്പറേറ്റ് ടോട്ടൽ ചെയ്യുന്നതാണ് എന്ത്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അണ്ടർ ഈച്ച് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്തതാണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം. അപ്പോൾ എന്താണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം? അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇൻകം ഫ്രം സാലറി ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബേസിക് പേ ആയിട്ട് കിട്ടിയത് ഒരു 40,000 കിട്ടിയിട്ടുണ്ട്, ഒരു 40,000 കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നോക്കിയപ്പോൾ ഡിയർനെസ് അലവൻസ് ആയിട്ട് എനിക്ക് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1,60,000 കിട്ടിയിട്ടുണ്ട്. ഇത് 40,000 കിട്ടിയിട്ടുണ്ട്, ഇത് 1,60,000 കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് എന്ത് കിട്ടിയിട്ടുണ്ട്, HR കിട്ടിയിട്ടുണ്ട്. HR എന്ന് പറയുന്നത് ഒരു 1 lakh കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 1 lakh. അപ്പോൾ എനിക്ക് എത്രയായിട്ട് മാറി, ഒരു 2,60,000, ദാറ്റ് ഈസ് 3 lakh ആയിട്ട് മാറി എൻ്റെ എന്ത്, ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്, ഇൻകം ഫ്രം സാലറി. ഇനി ഈ ഇൻകം ഫ്രം സാലറി HRAയിൽ 1 lakh ഉണ്ടല്ലോ, അതിൽ എനിക്ക് എന്ത് കിട്ടും, കുറച്ച് എക്സംഷൻസ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഒരു 20,000 എക്സംഷൻസ് കിട്ടിയെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇൻകം എത്രയായിട്ട് മാറി, 2,80,000 ആയി. ഓക്കെ, 2,80,000. ആ 2,80,000 എനിക്ക് എന്ത് ചെയ്യാം, 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ചെയ്യാം. അപ്പോൾ എത്രയായിട്ട് മാറി, 2,30,000 ആയി. സോ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇൻകം ഫ്രം സാലറി ഞാൻ കമ്പ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇൻകം ഫ്രം സാലറി ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എത്രയുണ്ട്, 2,30,000, 2,30,000 കമ്പ്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ കമ്പ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്തു. ഇൻകം ഫ്രം അതർ സോഴ്സ് കമ്പ്യൂട്ട്, ഇതെല്ലാം ഞാനിങ്ങനെ കമ്പ്യൂട്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇതൊരു 3 lakh, ഇത് 2 lakh, ഇതൊരു 2 lakh, ഇത് 2 lakh. അപ്പോൾ എത്രയായിട്ട്, 2 + 3 5, 5 + 2 7, 7 + 9 11, 11,30,000 ആണ് എന്നെ സംബന്ധിച്ച് എന്ത്, ഇപ്പം ഇൻകം വന്നിരിക്കുന്നത്. ഇനി എന്താണ് ചെയ്യുന്നത്, അഗ്രിഗേഷൻ ഓഫ് ഇൻകം. ദെൻ വാട്ട് ഈസ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം? ഞാൻ ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്ത സമയത്ത് ഒരു ഇൻകം എനിക്ക് വന്നിട്ടുണ്ട്, പക്ഷേ ആ ഇൻകം ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് എനിക്ക് എൻ്റെ മേശയിൽ അലമാരിയിലോ അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിലോ ഒരു 10,000 രൂപ, 1,00,000 രൂപ വന്നിട്ടുണ്ട്. പക്ഷേ 1,00,000ൻ്റെ സോഴ്സ് എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് സാലറിയിൽ പെടുത്താൻ പറ്റുമോ, പറ്റില്ല. ഹൗസ് പ്രോപ്പർട്ടിയിൽ പെടുത്താൻ പറ്റുമോ, പറ്റില്ല. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഈവൻ ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം അതിൻ്റെ സോഴ്സ് ഏതാണെന്ന് പോലും അറിയില്ല. സോ അങ്ങനൊരു സോഴ്സ് അറിയില്ല എങ്കിൽ നമ്മൾ അതിനെ ഏതിൽ ഉൾപ്പെടുത്തണം, അഗ്രിഗേഷൻ ഓഫ് ഇൻകത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇപ്പം നിലവിൽ എത്ര, ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ് എല്ലാം കൂടി ചേർത്തിട്ട് എത്രയായിട്ട് മാറി, 11,30,000 ആയിട്ട് മാറി. ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് സോഴ്സ് അറിയാത്ത ഒരു ഇൻകം വന്നത്, ദാറ്റ് ഈസ് കോൾഡ് ആസ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം. ഫോർ എക്സാമ്പിൾ അത് 1,00,000 രൂപ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എത്രയാണ് എൻ്റെ ടോട്ടൽ ഇൻകം, 12,30,000 ആയി എൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ദെൻ അടുത്തതാണ് ക്ലബിംഗ് ഓഫ് ഇൻകം ഓഫ് സ്പൗസ്, മൈനർ ചൈൽഡ് എക്സെട്ര. എനിക്ക് ഒരു സ്പൗസ് ഉണ്ട്, എനിക്കൊരു ഇണയുണ്ട്, അതല്ലേ എനിക്കൊരു മൈനർ ചൈൽഡ് ഉണ്ട്, എനിക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്കൊരു വരുമാനം കിട്ടി. അപ്പോൾ എനിക്കൊരു കുട്ടിയുണ്ട്, 15 വയസ്സ് താഴെയുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടി. ആ കുട്ടിയുടെ വരുമാനം എൻ്റെ ഇൻകത്തിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും, ക്ലബ്ബ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ എൻ്റെ ഇണയുടെ സ്പൗസിൻ്റെ ഇൻകം എൻ്റെ ഇൻകത്തിലേക്ക് ക്ലബ്ബ് ചെയ്യേണ്ടി വരും. അത് എപ്പോഴാണെന്നറിയോ, വേറൊന്നുമില്ല, എനിക്കൊരു വസ്തു ഉണ്ട്, ഒരു വീടുണ്ട്. ഓക്കെ, ആ വീട് മേൽ റെൻറ്റ് കിട്ടുന്നത് എനിക്കാണ്. അപ്പോൾ റെൻറ്റ് കിട്ടുമ്പോൾ എൻ്റെ ടോട്ടൽ ഇൻകം എന്ത് ചെയ്യും, കൂടും. അപ്പോൾ എൻ്റെ ടാക്സ് ലയബിലിറ്റി കൂടും. ഇത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഹൗസ് പ്രോപ്പർട്ടി എൻ്റെ ഭാര്യയുടെ പേരിലേക്ക് എഴുതി വെച്ചു. അപ്പോൾ ഭാര്യക്കല്ലേ ഇൻകം കിട്ടുന്ന, ഭാര്യ ടാക്സ് അടച്ചാൽ മതിയല്ലോ എന്ന്, പറ്റില്ല. ഭാര്യയുടെ ഇൻകം എൻ്റെ ഇൻകത്തിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും, ക്ലബ് ചെയ്യേണ്ടി വരും. കാരണം ഞാൻ എൻ്റെ വസ്തു ഭാര്യയിലേക്ക് കൈമാറിയത് ഭാര്യയുടെ അടുത്തുനിന്ന് പൈസ മേടിച്ചിട്ടല്ല, ഞാൻ ഫ്രീ ആയിട്ടാണ് ഭാര്യയിലേക്ക് എന്ത് ചെയ്യുന്നത്, ആ വസ്തു കൈമാറിയിരിക്കുന്നത്. സോ ഭാര്യയ്ക്ക് കിട്ടുന്ന ഇൻകം എൻ്റെ ഇൻകത്തിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും, ക്ലബ് ചെയ്യേണ്ടി വരും. അപ്പോൾ ക്ലബിങ്ങിനെ പറ്റി വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ എനിവേ ക്ലബ്ബ് ചെയ്യേണ്ട വന്നു. അത് നിങ്ങൾ സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുന്നത്, എനിക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടി. ആ ഇൻട്രസ്റ്റ് ആരുടെ ഇൻകത്തിലേക്ക് ക്ലബ് ചെയ്യണം, എൻ്റെ ഇൻകത്തിലേക്ക് ക്ലബ് ചെയ്യണം. സോ അതും ഞാൻ ക്ലബ് ചെയ്യാണ്, 1 lakh rupees. ഇപ്പോൾ എത്രയായിട്ട് മാറി, എൻ്റെ ടോട്ടൽ ഇൻകം 13,30,000 ആയിട്ട് മാറി. ദെൻ അടുത്തതാണ് സെറ്റ് ഓഫ് ഓർ ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ്. ഇതെന്താണ് സംഭവം, ഈ വർഷം എനിക്കൊരു ബിസിനസ് നടത്തി കഴിഞ്ഞപ്പോൾ ഒരു 30,000 രൂപ എന്തുണ്ട്, ലോസ് ഉണ്ട്. ഒരു 30,000 rupees എന്തുണ്ട്, ലോസ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഈ 13,30,000 നിന്ന് ആ 30,000 രൂപ എനിക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ടോട്ടൽ ഇൻകം എത്രയായിട്ട് മാറി, 13 ലക്ഷമായിട്ട് മാറി. ഓക്കെ, 13 ലക്ഷം.
ഇനി ഈ വർഷം ഒരു ലോസ് ഉണ്ട്, ആ ലോസ് എനിക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് എന്താണ് ഈ സ്പെസിഫൈഡ് ബിസിനസ് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ ഉണ്ടാവുന്ന ലോസ് സ്പെക്കുലേഷൻ ബിസിനസ് മാത്രമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ചില ഹെഡ് മാത്രമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ടുള്ള ഇൻകം ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വർഷത്തേട്ട് എന്ത് ചെയ്യാം, അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അതായത് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾ നടത്തിയൊരു ബിസിനസ്സിൽ നിങ്ങൾക്ക് ലോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും ബിസിനസ്സിലെ പ്രോഫിറ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതേസമയം ഈ വർഷത്തെ ബിസിനസ്സിൽ ലോസ് ഉണ്ട്, വേറെ ഒരു ഹെഡ് ഓഫ് ഇൻകവും ഇല്ല എങ്കിൽ ഈ വർഷം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷത്തേട്ട് അത് ക്യാരി ഫോർവേഡ് ചെയ്യാം. എന്നിട്ട് അടുത്ത വർഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വർഷത്തെ ഇൻകത്തിൽ നിന്ന് ആ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. സോ ഇൻകം ടാക്സ് അതോറിറ്റി നമുക്ക് നൽകുന്നൊരു അവകാശമാണ്. നിങ്ങൾക്ക് ലാഭം കിട്ടുമ്പോൾ നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നത് പോലെ നിങ്ങൾക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലാഭത്തിൽ നിന്ന് എന്ത് ചെയ്യാം, ആ നഷ്ടങ്ങളെ മൈനസ് ചെയ്തിട്ട് ബാക്കി ഇൻകത്തിന്മേൽ മാത്രം ടാക്സ് അടച്ചാൽ മതി എന്നുള്ളൊരു സാവകാശം ആര് നൽകുന്നുണ്ട്, ഇൻകം ടാക്സ് അതോറിറ്റി നൽകുന്നുണ്ട്. സോ ഇത് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, സോ സെറ്റ് ഓഫ് ലോസസ്, നിങ്ങൾക്ക് ലോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, മൈനസ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾ വീട് വാടക കൊടുത്തപ്പോൾ ലാഭമല്ല ഉണ്ടായത്, നഷ്ടമാണ് ഉണ്ടായത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ലോസ് ആണ് ഉണ്ടായതെങ്കിൽ നിങ്ങൾക്ക് ആ ലോസ് എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും ഹെഡായിട്ട് സാലറി ആയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ഇൻകം ആയിട്ടോ നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് സാലറി ഇല്ല, ബിസിനസ്സിൽ ഒരു ഇൻകം ഇല്ല എന്ന് വിചാരിക്കും, ആകെ നിങ്ങൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ, വീട് വാടക കൊടുത്തിട്ടുള്ള വരുമാനമുള്ളൂ. ഈ പ്രീവിയസ് ഇയറിലാണെങ്കിൽ വീട് വാടക കൊടുത്തിട്ട് കയ്യിൽ നിന്ന് പൈസയാണ് പോയത്, നഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വർഷത്തെ നഷ്ടം അടുത്ത വർഷത്തിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം. എന്നിട്ട് അടുത്ത വർഷം റെൻറ്റ് കിട്ടൂലേ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ റെൻറ്റിൽ നിന്ന് ഈ വർഷത്തെ ലോസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. സോ ഇതിനെയാണ് സെറ്റ് ഓഫ് ഓർ ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ് എന്ന് പറയുന്നത്. സോ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വരുന്ന ക്ലാസ്സുകളിലൊക്കെ വരുന്നുണ്ട്, പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ക്ലബിങ് നടത്തി 13,30,000 ഉണ്ടായി, എൻ്റെ ബിസിനസ്സിൽ ഒരു 30,000 എൻ്റെ ലോസ് ഉണ്ടായി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ആ ലോസ് എനിക്ക് മൈനസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ടോട്ടൽ ഇൻകം എത്രയായിട്ട് മാറി, 13 ലക്ഷം. ഓക്കെ, സോ ഈ 13 ലക്ഷത്തിനെയാണ് എന്ത് വിളിക്കുന്നത്, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ എത്ര, എൻ്റെ ടോട്ടൽ ഇൻകം എത്രയായി, 13 ലക്ഷം. അപ്പോൾ എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, ഓരോ ഹെഡും ക്ലാസിഫൈ ചെയ്യുക, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുക, ഓരോ ഹെഡും ക്ലാസിഫൈ ചെയ്യുക, അതുപോലെ തന്നെ ഓരോ ഹെഡും സെപ്പറേറ്റ് കമ്പ്യൂട്ട് ചെയ്യുക, നമ്മളത് അഗ്രിഗേഷൻ ഉണ്ടെങ്കിൽ അഗ്രിഗേഷൻ ചെയ്യുക, ക്ലബിംഗ് ഉണ്ടെങ്കിൽ ക്ലബിംഗ് നടത്തുക, സെറ്റ് ഓഫ് ചെയ്യാനുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യുക. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ കിട്ടുന്ന എമൗണ്ടിന് നമ്മൾ വിളിക്കുന്നതാണെന്ത്, ഗ്രോസ് ടോട്ടൽ ഇൻകം 13 ലക്ഷം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഡിഡക്ഷൻസ് ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം ചാപ്റ്റർ 6A പ്രകാരം നിങ്ങൾക്ക് കുറേ ഡിഡക്ഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ നാഷണൽ പെൻഷൻ സ്കീമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മൈനസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മൈനസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മൈനസ് ചെയ്യാൻ പറ്റും. അനുവദനീയമായിട്ടുള്ള ചില ഇളവുകളുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡിഡക്ഷൻസ്. നിങ്ങൾക്ക് ഒരുപാട് ഡിഡക്ഷൻസ് ചെയ്യാൻ പറ്റും. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് അഥവാ ചാപ്റ്റർ 6A പ്രകാരമുള്ള ഡിഡക്ഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ 13 ലക്ഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50,000 രൂപ നാഷണൽ പെൻഷൻ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 50,000 രൂപ നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് 50,000 രൂപയുടെ. അപ്പോൾ നിങ്ങളൊരു 1,50,000 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ 13 ലക്ഷത്തിൽ നിന്ന് 1,50,000 രൂപ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എത്ര കിട്ടും, 11,50,000 ആയിട്ട് മാറും. സോ ഈ 11,50,000 എന്ത് വിളിക്കുന്നത്, ടോട്ടൽ ഇൻകം എന്ന് വിളിക്കുന്നത് അഥവാ ടാക്സബിൾ ഇൻകം. അപ്പോൾ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടത് ഏത് മേല, 11,50,000 മേലാണ്. സോ വാട്ട് ഈസ് ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്ത് കിട്ടുന്ന ഇൻകത്തിനെയാണ് വിളിക്കുന്നത് ടോട്ടൽ ഇൻകം. വാട്ട് ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം, ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുന്നതിന് മുമ്പുള്ള ഇൻകത്തിനെയാണ് എന്ത് വിളിക്കുന്നത്, ഗ്രോസ് ടോട്ടൽ ഇൻകം. ക്ലിയർ ആയല്ലോ. ടോട്ടൽ ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഹെഡും കമ്പ്യൂട്ട് ചെയ്ത് അഗ്രിഗേഷൻ ചെയ്ത് ക്ലബിംഗ് നടത്തി സെറ്റ് ഓഫ് നടത്തി ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്തതിന് ശേഷമുള്ള ഇൻകത്തിനെയാണ് ടോട്ടൽ ഇൻകം അഥവാ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം, ഈ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C മുതൽ U വരെ അഥവാ ചാപ്റ്റർ 6A പ്രകാരമുള്ള ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാത്ത, ഓക്കെ, ചാപ്റ്റർ 6A പ്രകാരമുള്ള ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുന്നതിന് മുമ്പുള്ള ഇൻകത്തിനെയാണ് എന്ത് വിളിക്കുന്നത്, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതിന് മേല ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് മേലാണോ ടോട്ടൽ ഇൻകത്തിന് മേലാണോ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടത്,
ടോട്ടൽ ഇൻകത്തിന്മേലാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നത്. അഥവാ 11,50,000 മേൽ ടാക്സ് അടയ്ക്കേണ്ടത് അത് ടോട്ടൽ ഇൻകമാണ്. ആ ടോട്ടൽ ഇൻകത്തിന്മേലാണ് ടാക്സ് അടയ്ക്കേണ്ടത്, അല്ല 13 lakh മേലല്ല ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി 11,50,000 മേൽ നമുക്ക് എങ്ങനെ ടാക്സ് അടയ്ക്കുമെന്ന് നോക്കാം. 11,50,000 മേൽ ടാക്സ് അടയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സിൻ്റെ സ്ലാബ് പ്രകാരം ഫസ്റ്റ് 2.5 lakh ആദ്യത്തെ 2.5 ലക്ഷത്തിന് മേൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട, നില്ലാണ്, എക്സംഷൻ ലിമിറ്റാണ്. ദെൻ അടുത്ത 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ എത്രയുണ്ട്, 2,50,000 ഉണ്ട്. അതുമേൽ നിങ്ങൾ 5% ടാക്സ് അടയ്ക്കണം. ദാറ്റ് ഈസ് 12,500 rupees, 12,500 രൂപ നിങ്ങൾ ടാക്സ് അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ എത്ര ലക്ഷമുണ്ട്, 5 ലക്ഷമുണ്ട്. ആ 5 ലക്ഷത്തിന് മേൽ നിങ്ങൾ 20% ടാക്സ് അടയ്ക്കണം, അഥവാ 1 ലക്ഷം രൂപ നിങ്ങൾ ടാക്സ് അടയ്ക്കണം. പിന്നെ ബാക്കി എത്രയുണ്ട്, 11.5 ലക്ഷം അല്ലേ, അപ്പോൾ 1.5 ലക്ഷമാണ് എക്സസ് ഉള്ളത്. ആ 1.5 ലക്ഷത്തിന് നിങ്ങൾ 30% ടാക്സ് അടയ്ക്കേണ്ടത്. 1.5 ലക്ഷത്തിന് 10% എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15,000 രൂപ, 30% എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 45,000 രൂപ. അപ്പോൾ എത്രയായി, 1,45,000 അല്ലേ, 1,45,000 പ്ലസ് ആദ്യത്തെ ഒരു 12,500. അപ്പോൾ എത്ര വന്നു, 5, 5, 2, 7, 4, 1, 5, 1,57,500 രൂപ ടാക്സ് അടയ്ക്കേണ്ടത്. ദാറ്റ് ഈസ് 11,50,000 ആണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ എത്രയാണ്, 1,57,500 രൂപ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ടാക്സ് അടയ്ക്കേണ്ടത് ടോട്ടൽ ഇൻകത്തിന് മേലാണ്, സ്ലാബ് റേറ്റിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. സ്ലാബ് റേറ്റിനെ പറ്റിയുള്ള ക്ലാസ് വരുന്ന ക്ലാസ്സിൽ വേറെ വരുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് സ്ലാബ് റേറ്റും ന്യൂ സ്ലാബ് റേറ്റും ഓൾഡ് ടാക്സ് റെജീമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ പറഞ്ഞു തരാം. കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. പുതിയ സ്ലാബിനെ പറ്റി പഠിച്ച ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് കൺഫ്യൂഷൻ ആവും. സോ ഓൾഡ് സ്കീമും ന്യൂ സ്കീമിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്ന ക്ലാസ്സുകളിൽ വരുന്നുണ്ട്. സോ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് മാത്രം ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ദ റേറ്റ് ഓഫ് ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം. ആ ടോട്ടൽ ഇൻകത്തിന് മേൽ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എത്രയാണ്, ഇപ്പോൾ നമ്മൾ ആ സ്ലാബ് റേറ്റിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു. ആ സ്ലാബ് കാൽക്കുലേറ്റ് ചെയ്ത പ്രകാരം ഒരു 1,57,500 സംതിങ് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. ഇനി നമ്മൾ അത് മേലെ എന്തടയ്ക്കേണ്ടത്, സർചാർജ് അടയ്ക്കേണ്ടി വരും. പക്ഷേ സർചാർജ് അടയ്ക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 കോടി രൂപയുടെ മേളിലൊക്കെ വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, സർചാർജ് അടച്ചാൽ മതി. സോ ഈ കേസിൽ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ സർചാർജ് അടയ്ക്കേണ്ട കാര്യമില്ല. സോ സർചാർജ് എന്ന് വെച്ചാൽ അധിക നികുതിയാണ്. നമ്മൾക്ക് ഈ എക്സസ് ഇൻകം ഉണ്ടെങ്കിൽ, ഒരുപാട് ഇൻകം ഉണ്ടെങ്കിൽ, ഹ്യൂജ് ഇൻകം ഉണ്ടെങ്കിൽ അതുമേൽ നമ്മൾ സർചാർജ് അടയ്ക്കേണ്ടി വരും. സർചാർജിനെ പറ്റിയുള്ള വീഡിയോസും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നുണ്ട്. ഇനി സർചാർജ് കൂടാതെ അപ്പോൾ ഏതായാലും നമ്മൾ ഒരു കോടി രൂപയുടെ മേളിൽ വരുമാനമൊന്നും ഇല്ലാത്ത മേലെ 1,57,500 ടാക്സ് അടച്ചാൽ മതി. അത് മാത്രം അടച്ചാൽ മതിയോ, പോരാ. എഡ്യൂക്കേഷൻ ആൻഡ് സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ്സും കൂടി അടയ്ക്കണം. അത് എത്ര ശതമാനം വരുന്നത്, 4% വരുന്നത്. പണ്ട് ഇത് 3% ഇപ്പോഴാണ് അത് 4 ആക്കിയത്. ഇപ്പോൾ 3 പണ്ട്, അത് 4 പണ്ട് ഇത് എഡ്യൂക്കേഷൻ സെസ്സിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എഡ്യൂക്കേഷൻ സെസ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ് മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കൂടെ എന്തുകൂടി കൂട്ടിയിട്ടുണ്ട്, ഹെൽത്തും കൂടി കൂട്ടിയിട്ട് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്നാക്കിയതിൻ്റെ പേര്. അതുകൊണ്ടാണ് അതിപ്പോൾ 4% വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1,57,500 മാത്രം അടച്ചാൽ പോരാ, അതിൻ്റെ പുറമെ 4% സെസ് കൂടി അടയ്ക്കണം. അപ്പോൾ സെസ് അടയ്ക്കേണ്ടത് എന്തുമേല, 11,50,000 നമ്മളുടെ വരുമാനം അല്ലേ. ഈ 11,50,000 മേലാണ് 4% സെസ് അടയ്ക്കേണ്ടത്, അതോ 1,57,500 മേലാണ് അടയ്ക്കേണ്ടത്? ഈ എമൗണ്ട് മേലാണ് അടയ്ക്കേണ്ടത്. നമ്മളുടെ ടോട്ടൽ ഇൻകത്തിന്മേലല്ല സെസ് അടയ്ക്കേണ്ടത്. സെസ് അടയ്ക്കേണ്ടത് ടോട്ടൽ ഇൻകത്തിന്മേലല്ല, എന്തുമേലാണ്, ടാക്സബിൾ എമൗണ്ട് മേലാണ് എന്ത് അടയ്ക്കേണ്ടത്, സെസ് അടയ്ക്കേണ്ടത്. ഇതെപ്പോഴും പഠിച്ചിരിക്കുക. എഡ്യൂക്കേഷൻ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ് ആൻഡ് ഹെൽത്ത് സെസ് അടയ്ക്കേണ്ടത് ടോട്ടൽ ഇൻകത്തിന്മേലല്ല, എന്തുമേലാണ്, ടാക്സ് എമൗണ്ട് മേലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അടയ്ക്കേണ്ടത്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ അഡ്വാൻസ് ടാക്സ് ആൻഡ് ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്. അപ്പോൾ 1,57,500 രൂപ ഞാൻ അടയ്ക്കാനുണ്ട്, പ്ലസ് എന്തുകൂടി അടയ്ക്കണം, 4% സെസ് കൂടി അടയ്ക്കണം. ഫോർ എക്സാമ്പിൾ 4% സെസ് എന്ന് പറയുന്നത് 500 രൂപയാണെന്നൊന്ന് വിചാരിക്കട്ടോ, കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. സോ 8, 1,58,000 രൂപ ഞാൻ എന്ത് ചെയ്യാനുണ്ട്, ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുണ്ട്. അപ്പോൾ എനിക്കത് അടച്ചാൽ മതി. പക്ഷേ അതേസമയം ഞാൻ ഓൾറെഡി അഡ്വാൻസ് ടാക്സോ അല്ലെങ്കിൽ TDS ഞാൻ അടച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 50,000 രൂപ ഞാൻ TDS ഞാൻ അടച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സർക്കാരിലേക്ക് എത്ര കൊടുത്താൽ മതി, 1,08,000 രൂപ ഞാൻ കൊടുത്താൽ മതി. 50,000 രൂപ ഞാൻ കുറച്ചടച്ചാൽ മതി. കാരണം
TDS അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് ആയിട്ട് ഞാൻ 50,000 അടച്ചിട്ടുണ്ട്. സോ ബാലൻസ് എമൗണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്താൽ മതി, ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ മതി. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. സോ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അതായത് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണത് ആദ്യം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കണം, ഓരോ ഹെഡും നമ്മൾ തരംതിരിക്കണം, പിന്നെന്താണ് എക്സ്ക്ലൂഷൻസ് വല്ലതുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കണം, ഓരോ ഹെഡും സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, അഗ്രിഗേഷൻ ഓഫ് ഇൻകം, നമ്മളുടെ ഇൻകത്തിലില്ലാത്ത വേറെ ഏതെങ്കിലും സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ അതിന് അഗ്രിഗേഷൻ നമ്മൾ നടത്തണം. പിന്നെ ഭാര്യയുടെയോ അല്ലെങ്കിൽ മൈനറിൻ്റെ ഇൻകം നമ്മുടെയിലേക്ക് ക്ലബ്ബ് ചെയ്യേണ്ടതാണെങ്കിൽ ക്ലബ്ബ് ചെയ്യണം. സെറ്റ് ഓഫ് ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യേണ്ടത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം, ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ചാപ്റ്റർ 6A പ്രകാരമുള്ള ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകത്താണ് ടോട്ടൽ ഇൻകം. ആ ടോട്ടൽ ഇൻകത്തിന് മേലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഓഫ് ദ റേറ്റ് ഓഫ് ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം, അതിൻ്റെ പുറമെ സർചാർജ് ഉണ്ടെങ്കിൽ സർചാർജ് കൂടി കമ്പ്യൂട്ട് ചെയ്യണം. സെസ് ഉണ്ടെങ്കിൽ സെസ്സും കൂടി അടയ്ക്കണം. സെസ് ഉണ്ടെങ്കിലല്ല, സെസ് ഉണ്ട്, സെസ് അടയ്ക്കേണ്ടി വരും. ദെൻ അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടാക്സ് ലയബിലിറ്റി ആയിട്ടുള്ള 1,58,000 നമുക്ക് അഡ്വാൻസ് ടാക്സ് കുറച്ചിട്ട് ബാക്കി എമൗണ്ട് മാത്രം എന്ത് ചെയ്താൽ മതി, സർക്കാരിലേക്ക് അടച്ചാൽ മതി. സോ ഇതാണ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് അടുത്തതാണ് അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് കാഷ്വൽ ഇൻകം. അഗ്രികൾച്ചറൽ ഇൻകം അതുപോലെ തന്നെ കാഷ്വൽ ഇൻകത്തിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അഗ്രികൾച്ചറൽ ഇൻകം എന്താണെന്ന് നോക്കാം. അഗ്രികൾച്ചറൽ ഇൻകം ജനറലി മീൻസ്, അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ കൃഷി ചെയ്യുന്നതാണ്. എനി റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. നമ്മൾ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ലാൻഡ്, അതിൽ നിന്ന് നമുക്ക് കൃഷി നടത്തിയിട്ട് വരുമാനം കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടുക, റെൻറ്റ് കിട്ടുക, നമ്മൾ ഒരു കൃഷിയിടം പാട്ടത്തിന് കൊടുക്കുക. സോ ഇതെല്ലാം എന്താണ്, അഗ്രികൾച്ചറൽ ഇൻകമാണ്. ഓക്കെ, അഗ്രികൾച്ചറൽ ഇൻകം എന്താണ്, എക്സംപ്റ്റഡ് ആണ്, നമ്മളത് മേലെ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഇത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. അഗ്രികൾച്ചറൽ ഇൻകം എക്സംപ്റ്റഡ് ആണ്, ടാക്സ് അടയ്ക്കേണ്ട. അപ്പോൾ അഗ്രികൾച്ചർ ഇൻകത്തിൽ വരുന്ന എന്താണ്, നമ്മൾ കൃഷി നടത്തിയിട്ട് നമുക്ക് വരുമാനം കിട്ടുക, അല്ലെങ്കിൽ കൃഷിയിടം പാട്ടത്തിന് കൊടുത്തിട്ട് വരുമാനം കിട്ടുന്നതെല്ലാം അഗ്രികൾച്ചർ ഇൻകമാണ്. അത് എക്സംപ്റ്റഡ് ആണ്. അഗ്രികൾച്ചർ ഇൻകം ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. സെക്കൻഡ് വൺ ആണ് എനി ഇൻകം ഡെറൈവ്ഡ് ഫ്രം സച്ച് ലാൻഡ് ബൈ അഗ്രികൾച്ചർ ഓപ്പറേഷൻ ഇൻക്ലൂഡിംഗ് പ്രോസസിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് സോ ആസ് ടു റെൻഡർ ഇറ്റ് ടു ഫിറ്റ് ദ മാർക്കറ്റ് ഓർ സെയിൽ ഓർ സച്ച് പ്രൊഡ്യൂസ്. നമ്മൾ ഒരു കൃഷിസ്ഥലത്ത് എന്ത് ചെയ്യുന്നു, കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാവുന്നു. അതെന്ത് ഇൻകമാണ്, അഗ്രികൾച്ചർ ഇൻകമാണ്. ഓക്കെ, സോ ഇതെല്ലാം അഗ്രികൾച്ചർ ഇൻകമാണ്. അടുത്താണ് സി, എനി ഇൻകം ആട്രിബ്യൂട്ടബിൾ ടു എ ഫാം ഹൗസ്, എനി ഇൻകം ഡെറൈവ്ഡ് ഫ്രം സാപ്ലിങ്സ് ഓർ സീഡ്ലിങ്സ് ഗ്രോൺ ഇൻ എ നഴ്സറി ഷാൽ ബി ഡീംഡ് ടു ബി അഗ്രികൾച്ചർ ഇൻകം. അതായത് എനി ഇൻകം ആട്രിബ്യൂട്ടബിൾ ടു എ ഫാം ഹൗസ്, ഫാം ഹൗസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് വരുമാനം കിട്ടുകയാണെങ്കിലും ഫാം ഹൗസിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്താണ്, അഗ്രികൾച്ചർ ഇൻകമാണ്. അഗ്രികൾച്ചർ ഇൻകം എന്താണ്, എക്സംപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ നട്ടു വളർത്തുന്നത്, അതായത് വിളകളല്ല എന്ന് വിചാരിക്കുക, അതായത് ധാന്യവിളകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല, നിങ്ങൾ നടത്തുന്നതാണ് സാപ്ലിങ്സോ സീഡ്ലിങ്സോ ആണ്. അതായത് വിത്തുകളോ അല്ലെങ്കിൽ തൈകളൊക്കെ ചെയ്യുന്ന നഴ്സറി ആണെങ്കിലും അതിനെയും ഏതിൽ ഉൾപ്പെടുത്തും, അഗ്രികൾച്ചർ ഇൻകത്തിൽ ഉൾപ്പെടുത്തും. ഇപ്പോൾ നഴ്സറീസൊക്കെ നടത്തുന്ന ആളുകളുണ്ടല്ലോ, ഈ ചെടി അതുപോലെ തന്നെ കുരുമുളകിൻ്റെ തൈ, വിത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അതായത് ക്രോപ്സ് അല്ല വിൽക്കുന്നത്, ഇത്തരത്തിലുള്ള തൈകൾ, സാപ്ലിങ്സും സീഡ്ലിങ്സും വിൽക്കുന്നതാണെങ്കിലും അതും എന്ത് തന്നെയാണ്, കൃഷി തന്നെയാണ്, കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം തന്നെയാണ്. സോ ഇതെല്ലാം കൃഷി വരുമാനത്തിൽ പെടുന്നതാണ്, ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. കൃഷി വരുമാനം എല്ലാം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ദെൻ ഫോളോയിങ് ഇസ് നോട്ട് അഗ്രികൾച്ചർ ഇൻകം. ഇനി ഇതാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ഇതൊന്നും എന്തല്ല, കാണുമ്പോൾ അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് തോന്നുമെങ്കിലും ഇതൊന്നും അഗ്രികൾച്ചർ ഇൻകം അല്ല. ഇൻകം ഫ്രം പോൾട്രി ഫാമിംഗ്, പോൾട്രി ഫാമിംഗ് എന്ന് വെച്ചാൽ കോഴി വളർത്തൽ പരിപാടി, അതെന്തല്ല, അഗ്രികൾച്ചർ ഇൻകം അല്ല. ഇൻകം ഫ്രം ബീ ഹൈവിംഗ്, തേനീച്ച വളർത്തൽ, അതും എന്തല്ല, അഗ്രികൾച്ചർ ഇൻകം അല്ല. ഇൻകം ഫ്രം സെയിൽ ഓഫ് സ്പോണ്ടേനിയസ്ലി ഗ്രോൺ ട്രീസ്, നിങ്ങൾ പെട്ടെന്ന് വളരുന്ന തേക്ക് അതുപോലെ തന്നെ ബാമ്പു പോലുള്ള മരങ്ങൾ, ആ മരങ്ങൾ നട്ടു വളർത്തിയിട്ട് കട്ട് ചെയ്തിട്ട് വിൽക്കുന്നു, അതും എന്തല്ല, അഗ്രികൾച്ചർ ഇൻകം അല്ല. ഇൻകം ഫ്രം ഡയറി ഫാമിംഗ്, നിങ്ങൾ കന്നുകാലി ഫാം വളർത്തുന്നുണ്ട്, കന്നുകാലികൾ വളർത്തുന്നുണ്ട്, അതിൽ നിന്ന് പാലിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ക്ഷീര കർഷകർ എന്നാണ് പറയുന്നതെങ്കിലും ക്ഷീര കർഷകരുടെ വരുമാനം അഗ്രികൾച്ചർ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. സോ പോൾട്രി ഫാമിംഗ്, ബീ ഹൈവിങ്, സ്പോണ്ടേനിയസ്ലി ഗ്രോൺ ട്രീസ്, ഡയറി ഫാമിംഗ്, ഇതൊന്നും എന്തല്ല, നോട്ട് ആൻ അഗ്രികൾച്ചർ ഇൻകം.
ഓക്കെ, അത് ടാക്സബിൾ ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. പർച്ചേസ് ഓഫ് സ്റ്റാൻഡിങ് ക്രോപ്പ്, നിങ്ങൾ എന്ത് ചെയ്തു? സ്റ്റാൻഡിങ് ക്രോപ്പ് പർച്ചേസ് ചെയ്തു. മീശമാധവൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും അല്ലേ? ആ സിനിമയിൽ നമ്മളുടെ ദിലീപ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കൃഷിയിടം വിലയ്ക്ക് വാങ്ങിക്കുന്നുണ്ട്. വിലയ്ക്ക് വാങ്ങിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം? അതായത് നമ്മളൊരു തോട്ടം എന്ത് ചെയ്യുന്നത്, ഒരു പടവലങ്ങയുടെ തോട്ടം ഒരു 6 മാസം കൊണ്ടാണ് വിളവെടുക്കുന്നതെങ്കിൽ 4 മാസമായപ്പോഴത്തേക്കും ഏകദേശം നല്ല കായ്ച്ച് നിൽക്കുകയാണ്. നമുക്ക് മനസ്സിലായി 2 മാസം ആകുമ്പോഴത്തേക്കും നല്ല വിളവാകുമെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ആ ലാൻഡിൻ്റെ ഉടമയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇപ്പം തന്നെ എന്ത് ചെയ്യാം, ഒരു 1 lakh rupees തരാം, ഈ വിള ഞാൻ എടുത്തോളാം എന്ന് പറയുന്നു. എന്നിട്ട് 2 മാസത്തിന് ശേഷം ഞാനത് എന്ത് ചെയ്യുന്നു? പറിച്ചെടുക്കുന്നു. അപ്പോൾ ആ വ്യക്തി അതിൻ്റെ എന്താണ്? ലാൻഡ് ഓണറാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന അഗ്രികൾച്ചർ ഇൻകമാണ്. ഞാൻ എന്ത് ചെയ്തു? 1 lakh rupees മേടിച്ച വിളകൾ, സ്റ്റാൻഡിങ് ക്രോപ്പ് മേടിച്ചിട്ട് ഒരു 1,50,000 വിറ്റിട്ട് എനിക്ക് 50,000 പ്രോഫിറ്റ് കിട്ടിയല്ലോ. അത് ഏതിൽ വരില്ല? അഗ്രികൾച്ചർ ഇൻകത്തിൽ വരില്ല. അഗ്രികൾച്ചർ ഇൻകത്തിൽ വരണമെങ്കിൽ ആ ലാൻഡിൻ്റെ ഉടമസ്ഥനുമാരായിരിക്കണം? നമ്മളായിരിക്കണം. ക്ലിയർ ആയല്ലോ? സോ പർച്ചേസ് ഓഫ് സ്റ്റാൻഡിങ് ക്രോപ്പ്, സ്റ്റാൻഡിങ് ക്രോപ്പ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അഗ്രികൾച്ചർ ഇൻകത്തിൽ വരില്ല. ഓക്കെ, എൻ്റെ കൃഷിയിടത്തിലെ സ്റ്റാൻഡിങ് ക്രോപ്പ് ഞാൻ മറ്റൊരാൾക്ക് വിറ്റു, എന്നെ സംബന്ധിച്ച് അത് അഗ്രികൾച്ചർ ഇൻകമാണ്. അയാൾ മേടിച്ചത് 1 ലക്ഷം രൂപക്ക്, എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? 1.5 ലക്ഷം രൂപക്ക് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ത് ചെയ്തു? പൂർണ്ണ വിളയായി കഴിഞ്ഞപ്പോഴത്തേക്കും മറിച്ച് വിറ്റു. അദ്ദേഹത്തിന് കിട്ടുന്നത് എന്തല്ല? അഗ്രികൾച്ചർ ഇൻകം അല്ല, അത് ബിസിനസ് ഇൻകത്തിലേക്കാണ് വരിക. എനിക്ക് കിട്ടുന്നത് അഗ്രികൾച്ചർ ഇൻകമായിട്ട് വരും. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ പോൾട്രി ഫാമിങ്, ബീ ഹൈവിങ്, അതുപോലെ തന്നെ സ്പോണ്ടേനിയസ്ലി ഗ്രോൺ ട്രീസ്, ഡയറി ഫാമിങ്, സ്റ്റാൻഡിങ് ക്രോപ്പ് ഒന്നും എന്തല്ല? അഗ്രികൾച്ചർ ഇൻകം അല്ല. ഡിവിഡൻഡ് പെയ്ഡ് ബൈ എ കമ്പനി ഔട്ട് ഓഫ് ഇറ്റ്സ് അഗ്രികൾച്ചർ ഇൻകം, ഒരു കമ്പനി എന്ത് ചെയ്തു? ഡിവിഡൻഡ് പേ ചെയ്തു, അഗ്രികൾച്ചർ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഡിവിഡൻഡ് പേ ചെയ്തു. അതും എന്തല്ല? അഗ്രികൾച്ചർ ഇൻകം അല്ല. ഇൻകം ഓഫ് സോൾട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഫ്ലഡിങ് ദ ലാൻഡ് വിത്ത് സീ വാട്ടർ, അതായത് കടൽ വെള്ളം കെട്ടി നിർത്തിയിട്ട്, ഉപ്പ് കണ്ടൊക്കെ കെട്ടി നിർത്തുമല്ലോ, അതുപോലെ കെട്ടി നിർത്തിയിട്ട് അതിൽ എന്ത് ചെയ്തു? സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അതും എന്തല്ല? അതും കൃഷിയല്ല, അഗ്രികൾച്ചർ ഇൻകം അല്ല. റോയാലിറ്റി ഇൻകം ഫ്രം മൈൻസ്, പാറമട പോലുള്ള റോയാലിറ്റി ഇൻകംസ്, മൈൻസിലുള്ള റോയാലിറ്റി ഇൻകം, അതും എന്തല്ല? അതും കൃഷിയല്ല, അതും അഗ്രികൾച്ചർ ഇൻകം അല്ല. ഇൻകം ഫ്രം ബട്ടർ ആൻഡ് ചീസ് മേക്കിംഗ്, എനിവേ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു എന്താണ്? ഡയറി ഫാമിങ് അഗ്രികൾച്ചർ ഇൻകം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചീസും ബട്ടർ ഉണ്ടാക്കുന്നതൊക്കെ അഗ്രികൾച്ചർ ഇൻകമോ? അതും അഗ്രികൾച്ചർ ഇൻകം അല്ല. ദെൻ റെസിപ്റ്റ് ഫ്രം TV സീരിയൽ ഷൂട്ടിംഗ് ഓഫ് ഫാം ഹൗസ് ഇസ് നോട്ട് അഗ്രികൾച്ചർ ഇൻകം. നിങ്ങൾക്ക് ഫാം ഹൗസിൽ നിന്ന് കിട്ടുന്ന വരുമാനമെല്ലാം അഗ്രികൾച്ചർ ഇൻകം ആണെങ്കിലും ഫാം ഹൗസ് വാടകയ്ക്ക് കൊടുത്തിട്ട് TV സീരിയലിൻ്റെയോ അല്ലെങ്കിൽ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി കൊടുത്ത് കിട്ടുന്ന വരുമാനം അഗ്രികൾച്ചർ ഇൻകം ആവുമോ? ആവില്ല. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടുക, കമ്പനിയിൽ നിന്ന് അഗ്രികൾച്ചർ ഇൻകത്തിൽ നിന്നുള്ള കമ്പനിയുടെ ഡിവിഡൻഡ് കിട്ടുക, സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, മൈൻസിൽ നിന്ന് റോയാലിറ്റി ഇൻകം കിട്ടുക, അതുപോലെ തന്നെ ബട്ടർ ആൻഡ് ചീസ് മേക്കിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുക, അതുപോലെ തന്നെ ഫാം ഹൗസിൽ TV സീരിയൽ ഷൂട്ടിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം കിട്ടുക, ഇതൊന്നും എന്തല്ല? അഗ്രികൾച്ചർ ഇൻകം അല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സോ അഗ്രികൾച്ചർ ഇൻകംസ് ഏതെല്ലാം അല്ല, ഏതെല്ലാം ആണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഈ അഗ്രികൾച്ചർ ഇൻകമായി റിലേറ്റഡ് ആയിട്ടുള്ള MCQs കുറച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ അടുത്തതാണ് കാഷ്വൽ ഇൻകം. എന്താണ് കാഷ്വൽ ഇൻകം? അൺഎക്സ്പെക്റ്റഡ് ഇൻകം ഓഫ് നോൺ റിപ്പീറ്റേറ്റീവ് നേച്ചർ ഈസ് കോൾഡ് കാഷ്വൽ ഇൻകം. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, നോൺ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻകം കിട്ടുക, ഇതിനാണ് എന്ത് വിളിക്കുന്നത്? കാഷ്വൽ ഇൻകം എന്ന് വിളിക്കുന്നത്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഒട്ടും പ്രതീക്ഷിക്കാതെ, നോൺ റിപ്പീറ്റേറ്റീവ്, അതായത് സ്ഥിരമായിട്ട് കിട്ടാത്ത വരുമാനത്തിനാണ് എന്ത് വിളിക്കുന്നത്? കാഷ്വൽ ഇൻകം എന്ന് വിളിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യണമെങ്കിൽ 30,000 രൂപ ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എല്ലാ മാസവും 30,000 രൂപ കിട്ടും, എല്ലാ മാസവും 20,000 വെച്ച് HR കിട്ടും, എല്ലാ മാസവും DA 10,000 രൂപ വെച്ച് കിട്ടും. സോ അതെന്താണ്? ഒരു റിപ്പീറ്റേറ്റീവ് നേച്ചർ ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഇൻകമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന ഇൻകത്തിനാണ് എന്ത് വിളിക്കുന്നത്? കാഷ്വൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഇൻകം റിസീവ്ഡ് ഫ്രം വിന്നിംഗ് ലോട്ടറി, ലോട്ടറി അടിക്കുന്നത് എക്സ്പെക്റ്റഡ് ആണോ? അല്ല, അൺഎക്സ്പെക്റ്റഡ് ആണ്. റിപ്പീറ്റേറ്റീവ് ആണോ? അല്ല, നോൺ റിപ്പീറ്റേറ്റീവ് ആണ്. അല്ലേ? ക്രോസ്വേഡ് പസിൽസ്, ചൂതാട്ടം, കാർഡ് ഗെയിംസ്, ഹോഴ്സ് റേസ്, കുതിരപ്പന്തയം, ഗ്യാംബ്ലിംഗ്, ബെറ്റിംഗ് ഓർ എനി അതർ ഗെയിംസ് ഈസ് നോൺ ആസ് കാഷ്വൽ ഇൻകം. ഇത്തരത്തിലുള്ള സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനാണ് എന്ത് വിളിക്കുന്നത്? കാഷ്വൽ ഇൻകം എന്ന് വിളിക്കുന്നത്. കാഷ്വൽ ഇൻകം ഈസ് ടാക്സ്ഡ് അറ്റ് ഫ്ലാറ്റ് റേറ്റ് ഓഫ് 30%. അത് സ്ലാബ് റേറ്റ് മേലല്ല ടാക്സ് അടയ്ക്കേണ്ടത്, ഫിക്സഡ് ആയിട്ട് 30% ടാക്സ് അടച്ചോളണം. കാരണം എന്തുകൊണ്ടാണ്? ഇതൊരു ഇൻഡൈജീനസ് ആയിട്ടുള്ള ഒരു വരുമാനമാണ്. അതായത് നിങ്ങൾ ചൂതാട്ടം നടത്തി, ലോട്ടറി അടിച്ചു, ക്രോസ്വേഡ് പസിൽസൊക്കെ കളിച്ചിട്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നത് കൊണ്ട് ഇവിടെ ഒരു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ടിവിറ്റി, ഇവിടെ ഒരു പ്രൊഡക്റ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല. ഇതെന്താ സംഭവിക്കുന്നത്? ഒന്ന് ചീഞ്ഞ് മറ്റൊന്ന് വളവാ ചെയ്യുന്നത്. ഒന്ന് ആലോചിക്കുക, ലോട്ടറി അടിക്കുന്ന ആരാ? പാവപ്പെട്ട ആളുകളുടെ പൈസ എല്ലാം സ്വരൂപിച്ചുകൊണ്ട് മറ്റൊരു പാവപ്പെട്ടവൻ എന്ത് ചെയ്യുന്നു? പൈസ കിട്ടും. ദാറ്റ്സ് ഇറ്റ്. കുറേ ആളുകളുടെ നഷ്ടമാണ് മറ്റൊരാളുടെ ലാഭം. സോ അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഒരു പ്രൊഡക്റ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല, പൈസ കൊടുക്കുന്ന ആൾക്ക് ഒന്നും കിട്ടുന്നില്ല.
ഓക്കെ, ഒരാൾ ഭാഗ്യമാവ് മാത്രം എന്ത് ചെയ്യുന്നു, രക്ഷപ്പെടുന്നു. സോ ഇതൊരു ഇൻഡൈജീനസ് ആയിട്ടുള്ള ഒരു പ്രവണതയാണെന്ത് ഈ പറയുന്ന ലോട്ടറി, അതുപോലെ തന്നെ ക്രോസ് വേർഡ് പസിൽസ്, ചീട്ടുകളി, കാർഡ് ഗെയിംസ് പോലുള്ള കാര്യങ്ങളൊക്കെ. സോ അതുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ആളുകൾ അതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടിയിട്ടാണ് സർക്കാർ എന്ത് ചെയ്യുന്നത്, 30% ഫ്ലാറ്റ് റേറ്റ് ടാക്സ് പിടിക്കുന്നത്. ഓക്കെ, നോ എക്സ്പെൻഡിച്ചർ ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ ഫ്രം ക്യാഷ്വൽ ഇൻകം. നിങ്ങൾ എന്ത് ചെയ്തു, ഒരു കുതിരപ്പന്തയം നടത്തി, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു, ലോട്ടറി എടുത്തപ്പോൾ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു, 5 ലക്ഷം രൂപ നിങ്ങൾ ലോട്ടറി എടുത്തു എന്ന് പറഞ്ഞു, ആ 5 ലക്ഷം മൈനസ് ചെയ്യാൻ പറ്റില്ല. സോ നോ എക്സ്പെൻഡിച്ചർ ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ ഫ്രം ഇൻകം. ഇവിടെ എക്സംഷനോ ഡിഡക്ഷനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. 10 ലക്ഷത്തിൻ്റെ ലോട്ടറി അടിച്ചു, 10 ലക്ഷത്തിന് 30% ടാക്സ് അടയ്ക്കേണ്ടി വരും. ഒരു നയാ പൈസ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇളവ് നമുക്ക് കിട്ടില്ല. ഓൾസോ ദ ബെനിഫിറ്റ് ഓഫ് ബേസിക് എക്സംഷൻ ലിമിറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ക്യാഷ്വൽ ഇൻകം. നമ്മൾ ഇൻകം ടാക്സിൽ ഒരു ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്ന ലിമിറ്റ് ഉണ്ട്. നിങ്ങൾ ഓൾഡ് സ്കീമിലുള്ള ആളാണെങ്കിൽ 2.5 ലക്ഷമാണ് നിങ്ങളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ്. നിങ്ങൾ ന്യൂ സ്കീമിലുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ 3 ലക്ഷമാണ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് താഴെയാണല്ലോ, അപ്പോൾ ടാക്സ് അടയ്ക്കേണ്ടല്ലോ, പറ്റില്ല. ഇവിടെ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യാഷ്വൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ബേസിക് എക്സംഷൻ ലിമിറ്റൊന്നുമില്ല, 30% ടാക്സ് അടച്ചേ പറ്റുള്ളൂ. മനസ്സിലായോ? അതായത് ഇവിടെ ക്യാഷ്വൽ ഇൻകത്തിന് നിങ്ങൾക്ക് എന്തില്ല, ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്ന ലിമിറ്റ് ഇല്ല. സാലറി കിട്ടാണ്, 5 ലക്ഷം രൂപ ഒരു വർഷം സാലറി കിട്ടി, ബേസിക് എക്സംഷൻ ലിമിറ്റ് ആദ്യത്തെ 2.5 ലക്ഷത്തിന് മേലെ ടാക്സ് അടയ്ക്കേണ്ട, പിന്നീട് ഒരു 2.5 ലക്ഷത്തിന് മേലെ നിങ്ങൾ 5% ടാക്സ് അടച്ചാൽ മതി. പക്ഷേ ലോട്ടറി 5 ലക്ഷം അടിച്ചാലോ 30% ടാക്സ് അടച്ചോളണം. ലോട്ടറി 1 ലക്ഷം അടിച്ചാലോ 30% ടാക്സ് അടച്ചോളണം. 2.5 ലക്ഷത്തിൽ താഴെയാണ് ബേസിക് എക്സംഷൻ ലിമിറ്റ്, താഴെയാണല്ലോ എന്നുള്ള ഇളവുകളൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടില്ല. അതാണ് ഈ ക്യാഷ്വൽ ഇൻകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ ക്യാപിറ്റൽ ഗെയിൻസ്, റെസിപ്റ്റ് ഫ്രം പ്രൊഫഷണൽ ഇൻകം, ഗിഫ്റ്റ് റിസീവ്ഡ് ബൈ ഡോക്ടർ ഫ്രം ക്ലയൻസ്, ഒക്കേഷണൽ പേയ്മെൻറ്റ് റിസീവ്ഡ് ഫ്രം ദ എംപ്ലോയർ, ഗിഫ്റ്റ് എക്സെട്രാ സീംസ് ലൈക്ക് ക്യാഷ്വൽ നേച്ചർ ആർ നോട്ട് ക്യാഷ്വൽ ഇൻകം. നമുക്ക് കാഴ്ചയിൽ തോന്നും ക്യാപിറ്റൽ ഗെയിൻ, നമ്മളുടെ ഒരു വീട് വിറ്റിട്ട് നമുക്ക് ലാഭം കിട്ടി. എല്ലാ മാസവും എല്ലാ വർഷവും റിപ്പീറ്റായിട്ട് നമ്മൾ വീട് വിൽക്കുന്നില്ല. പ്രൊഫഷണൽ ഇൻകം നമുക്ക് ഡോക്ടർക്ക് ക്ലയൻറ്റിനെ കയ്യിൽ നിന്ന് എല്ലാ സമയവും എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു നിശ്ചിത എമൗണ്ട് തന്നെ ഗിഫ്റ്റായിട്ട് കിട്ടണമെന്നില്ല. കാഴ്ചയിൽ തോന്നുമ്പോൾ അത് എന്താണ്, നോൺ റിപ്പീറ്റേറ്റീവ് ആണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. നോൺ റിപ്പീറ്റേറ്റീവ് ആയതുകൊണ്ട് ക്യാഷ്വൽ ഇൻകം ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതൊന്നും എന്തല്ല, ക്യാഷ്വൽ ഇൻകം അല്ല. ലോട്ടറി, ഗ്യാമ്പിളിങ്, ബെറ്റിങ് പോലുള്ള ഇൻഡൈജീനസ് ആയിട്ടുള്ള ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണെങ്കിൽ മാത്രമാണ് അതിനെന്ത് വിളിക്കുക, ക്യാഷ്വൽ ഇൻകം എന്ന് വിളിക്കുക. ക്യാഷ്വൽ ഇൻകത്തിന് മേലാണ് ഫ്ലാറ്റ് റേറ്റ് ടാക്സ് അടയ്ക്കേണ്ടത് 30%. അല്ലാതെ ക്യാപിറ്റൽ ഗെയിന് മേലും റെസിപ്റ്റ് ആൻഡ് പ്രൊഫഷണൽ ഇൻകത്തിന് മേലും കാണുമ്പോൾ അത് നോൺ റിപ്പീറ്റേറ്റീവ് ആണല്ലോ, ക്യാഷ്വൽ ഇൻകം പോലെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതുമേലും 30% ഫ്ലാറ്റ് റേറ്റ് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് ക്യാപിറ്റൽ ഗെയിനിനെ പറ്റി പറയാനുള്ളത്. സോ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു, എന്താണ് അഗ്രികൾച്ചർ ഇൻകം, എന്താണ് ക്യാഷ്വൽ ഇൻകം, അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചെല്ലാം പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അസസി എന്താണെന്നുള്ളതാണ്. സോ എന്താണ് അസസി? അസസി എന്ന് വെച്ചാൽ എല്ലാവർക്കും സിമ്പിളായിട്ട് അറിയാം. ടാക്സ് അടയ്ക്കാൻ ലേബിൾ ആയിട്ടുള്ള വ്യക്തിനെയാണ് എന്ത് വിളിക്കുന്നത്, അസസി എന്ന് വിളിക്കുന്നത്. എന്നാൽ അത് മാത്രമാണോ? അല്ല, അതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ അല്ല. സോ അസസി ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 7, സെക്ഷൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ചില സെക്ഷൻസ് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന സെഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചാൽ നന്നായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. Assessee as per section 2 subsection 7 of the act, assessee means a person by whom any tax or any other sum of money, that is interest, penalty etc. is payable under the act and includes. Assessee എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അസസി മീൻസ് എ പേഴ്സൺ, ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നു, ബൈ ഹൂം എനി ടാക്സ് ഓർ എനി അതർ സംഭവം, ഒരു ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആയിട്ടുള്ള വ്യക്തിയാണത് അസസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് അസസി എന്ന് പറയുന്നത്. എനി ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പെനാൽറ്റി പോലുള്ള ടാക്സ് സം ഓഫ് എമൗണ്ട് ഓഫ് മണി അടയ്ക്കാൻ ലയബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഇത് വിളിക്കുന്നത് അസസി എന്ന് വിളിക്കുന്നത്. ഈസ് പേയബിൾ അണ്ടർ ദ ആക്ട് ആൻഡ് ഇൻക്ലൂഡ്സ്. ഇനി ടാക്സോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ അടയ്ക്കാൻ മാത്രം ലയബിൾ ആയിട്ടുള്ള വ്യക്തിയാണോ അസസി? അല്ല. പിന്നെ ആരൊക്കെയാണ്? നോക്കിക്കോ, പഠിച്ചു. എവറി പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് whom any proceeding under the act has been taken for the assessment of his income. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു വ്യക്തിയാണ്, എന്നെ സംബന്ധിച്ച് എനിക്ക് പല സ്ഥലത്തുനിന്ന് സാലറി കിട്ടുന്നുണ്ട്, എനിക്ക് വീടുണ്ട്, വീട്ടിൽ നിന്ന് റെൻറ്റ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ പല വരുമാനം കിട്ടുന്നുണ്ട്. സോ എന്നെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എവരി പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂം എനി പ്രൊസീഡിംഗ് അണ്ടർ ദ ആക്ട് ഹാസ് ബീൻ ടേക്കൺ ഫോർ ദ അസസ്മെൻറ്റ് ഓഫ് ഹിസ് ഇൻകം. എന്നെ സംബന്ധിച്ച് സാലറി ആയിട്ട് കിട്ടുന്ന ഇൻകം എന്ന് വെച്ചാൽ 1 ലക്ഷം ഉള്ളൂ.
ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് 1 ലക്ഷം ഉള്ളൂ, 2 ലക്ഷം ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വെച്ചാണെങ്കിൽ എന്താണ് നമ്മളെ സംബന്ധിച്ചും 2.5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ബേസിക് എക്സംഷൻ ലിമിറ്റാണ്, ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. പക്ഷെ എനിക്ക് 3 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം മാത്രമേ എനിക്കുള്ളൂ, ഞാൻ ടാക്സ് അടയ്ക്കണോ? വേണ്ട. സോ എ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂം എനി പ്രൊസീഡിങ് അണ്ടർ ദ ആക്ട്. അപ്പോൾ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ അസസ് ചെയ്യാണോ? അസസ് ചെയ്യല്ലേ? ഞാൻ അസസ് ചെയ്യാവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ ചിലപ്പോൾ ഇൻകം ടാക്സിൻ്റെ പ്രൊസീഡിങ്സ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവാം, നേരിടുന്നുണ്ടാവാം. അതായത് എനിക്ക് 1 ലക്ഷം രൂപ സാലറിയും കിട്ടുന്നുണ്ട്. 1 ലക്ഷം രൂപ ഒരു വർഷത്തെ സാലറി ആയിട്ട് 1 ലക്ഷം കിട്ടി. 1 ലക്ഷം രൂപ എന്ത് കിട്ടി? എന്നെ സംബന്ധിച്ച് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആയിട്ട് കിട്ടി. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആയിട്ട് കിട്ടിയ സമയത്ത് സത്യത്തിൽ എനിക്ക് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ലക്ഷം രൂപയാണെന്ന് വിചാരിച്ചു. ആ 4 ലക്ഷത്തിൽ 3 ലക്ഷം രൂപ എനിക്ക് ചില ഇളവുകൾ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ 3 ലക്ഷം ഞാൻ ഇളവ് നടത്തിയപ്പോഴാണ് എനിക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം 1 ലാക്ക് ആയത്. അതായത് ഇൻകം ഫ്രം സാലറി 1 ലാക്ക് ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി 4 ലാക്ക് ഉണ്ട്, രണ്ടും കൂടി കൂട്ടുമ്പോൾ 5 ലക്ഷം വരും. പക്ഷേ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഞാൻ എന്ത് ചെയ്തു? 3 ലക്ഷം രൂപ എനിക്ക് എക്സംഷൻ കിട്ടി. അപ്പോഴാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്ര 1 ലാക്ക് ആയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എത്രയായിട്ട് മാറി? 1 + 1 2 ലാക്ക് ആയിട്ട് മാറി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ചില എക്സംഷൻസ് എനിക്ക് ക്ലെയിം ചെയ്യണം. സോ എവരി പേഴ്സൺ റെസ്പെക്ട് ഓഫ് ഹൂം എനി പ്രൊസീഡിംഗ് അണ്ടർ ദ ആക്ട് ഹാസ് ബി ടേക്കൺ ഫോർ ദ അസസ്മെൻറ്റ് ഓഫ് ഹിസ് ഇൻകം. എൻ്റെ അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ ചില പ്രൊസീഡിങ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? നടത്തിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വർഷം എനിക്ക് വരുമാനമൊന്നുമില്ല, കഴിഞ്ഞ വർഷത്തെ വരുമാനത്തിന്മേൽ ഞാൻ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഞാൻ എന്ത് ചെയ്തേ പറ്റുള്ളൂ? അസസ്മെൻറ്റ് നടത്തിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഒരു നോട്ടീസ് എനിക്ക് അയച്ചിട്ടുണ്ട്, ആ നോട്ടീസിൻ്റെ മറുപടി ഈ വർഷം കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിലോ ഈ വർഷം ഞാൻ പ്രൊസീഡിങ്സ് നേരിടുന്ന വ്യക്തിയാണ്. സോ ടാക്സ് അടയ്ക്കാൻ മാത്രം ലേബിൾ ആയാലല്ല അസസ് ചെയ്യാവുന്നത്. ഇൻകം ടാക്സിൻ്റെ ഏതെങ്കിലും പ്രൊസീഡിങ്സ് നേരിടുന്ന വ്യക്തിനെ എന്ത് വിളിക്കും? അസസി എന്ന് വിളിക്കും. സോ ഇതാണ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യം. അസസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കാൻ ലേബിളായിട്ടുള്ള വ്യക്തി മാത്രമല്ല, ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു പ്രൊസീഡിങ്സും ഏതൊരു പേപ്പർ വർക്കിനും മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തിനെ നമുക്ക് എന്ത് വിളിക്കാം? അസസി എന്ന് വിളിക്കാം. ഓക്കെ. ഹാസ് ബീൻ ടേക്കൺ ഫോർ ദ അസസ്മെൻറ്റ് ഓഫ് ഹിസ് ഇൻകം. എൻ്റെ ഇൻകത്ത് മേലാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? പ്രൊസീഡിങ്സ് നേരിടേണ്ടതെന്ന്. സോ ഞാൻ ആരാണ്? അസസിയാണ്. ഓർ അസസ്മെൻറ്റ് ഓഫ് ഫ്രിഞ്ച് ബെനഫിറ്റ്. എനിക്ക് എന്ത് കിട്ടി? മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ് കിട്ടി. ദാറ്റ് ഈസ് കാറായിട്ടോ ഗിഫ്റ്റായിട്ടോ വേറെ എവിടെ നിന്നെങ്കിലൊക്കെ എനിക്ക് ബെനിഫിറ്റ് കിട്ടി. സോ അതുമേൽ ഞാൻ ആരായിട്ട് മാറും? അസസി ആയിട്ട് മാറും. അപ്പോൾ എനിക്കൊരു കാറ് കിട്ടിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് അല്ലേ, വേറെ വരുമാനമായിട്ടൊന്നും കിട്ടിയില്ല, ഒരു കാറ് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. സോ ഞാനതുമേൽ ടാക്സ് അടച്ചേ പറ്റുള്ളൂ, അത് പ്രൊസീഡിങ്സ് നേരിടേണ്ടി വരും. ഓർ ഓഫ് ദ ഇൻകം ഓഫ് എനി അതർ പേഴ്സൺ ഇൻ റെസ്പെക്ട് വിച്ച് ഈസ് അസസബിൾ. വേറൊന്നുമില്ല, എനിക്കൊരു മകനുണ്ട്, അല്ലെങ്കിൽ ഒരു മകളുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുണ്ട്. ഭാര്യക്കോ മകനോ മകൾക്കോ ഗിഫ്റ്റ് കിട്ടി, അല്ലെങ്കിൽ ഭാര്യക്കോ മകനോ മകൾക്കോ വരുമാനം കിട്ടി. ആ വരുമാനത്തിന്മേൽ ഞാൻ എന്താണ്? അസസബിളാണ്. ഞാനാണ് അസസ്മെൻറ്റ് നടത്തേണ്ടത്. ഭാര്യയ്ക്ക് കിട്ടുന്ന വരുമാനത്തിന്മേൽ ഭാര്യ തന്നെയാണ് ടാക്സ് അടയ്ക്കേണ്ടത്, ശരിയാണ്. പക്ഷേ ഭാര്യയ്ക്ക് കിട്ടുന്ന വരുമാനം എൻ്റെ വസ്തുവിൽ നിന്നുള്ള വരുമാനമാണെങ്കിൽ ഭാര്യയുടെ വരുമാനം എൻ്റെ വരുമാനത്തിലേക്ക് ക്ലബ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഞാൻ ആരായിട്ട് മാറും? അസസി ആയിട്ട് മാറും. എൻ്റെ മകൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ട്. ആരാ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുത്തത്? ഞാനാ പൈസ ഇട്ട് കൊടുത്തത്. ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആരുടെ വരുമാനമാണ്? എൻ്റെ മകൻ്റെ വരുമാനമാണ്. പക്ഷേ മകൻ ടാക്സ് അടയ്ക്കണോ? വേണ്ട. മകൻ്റെ വരുമാനം എൻ്റെ ഇൻകത്തിലേക്ക് ക്ലബ് ചെയ്യേണ്ടി വരും. സോ ഞാൻ ആരായിട്ട് മാറി? അസസി ആയിട്ട് മാറി. സോ എനിക്ക് ഒരു പണിയില്ല, 5 ഹെഡ്സ് ഓഫ് ഇൻകം ഒന്നുമില്ല. എൻ്റെ മകൻ്റെ അക്കൗണ്ടിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. മകൻ ടാക്സ് അടയ്ക്കണോ? വേണ്ട. ആ ഇൻട്രസ്റ്റ് എൻ്റെ ഇൻകത്തിലേക്ക് വരും, ഞാൻ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എന്തായിട്ട് മാറി? മറ്റൊരു പേഴ്സണിന് വേണ്ടിയിട്ട് ലയബിളായിട്ട് മാറി. സോ ഞാൻ ആരാണ്? അസസിയാണ്. എൻ്റെ മകൻ അസസിയാണോ? അല്ല. ക്ലിയർ ആയല്ലോ? സോ ഇൻകം ഓഫ് എനി അതർ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ഹി ഈസ് അസസബിൾ ഓർ ടു ഡിറ്റർമിൻ ലോസ് സസ്റ്റൈൻഡ് ബൈ ഹിം. അല്ലെങ്കിൽ എന്താണ്? എനിക്കെന്ത് വന്നു? ലോസ് വന്നു. ബിസിനസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ എനിക്കെന്ത് വന്നു? ലോസ് വന്നു. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഞാൻ എന്ത് ചെയ്യണം? അസസ്മെൻറ്റ് നടത്തണം. എനിക്ക് ഈ വർഷം ബിസിനസ്, കഴിഞ്ഞ 10 വർഷമായിട്ട് ബിസിനസ് ഉണ്ട്, പ്രോഫിറ്റാണ്, ഞാൻ ടാക്സ് അടച്ചുകൊണ്ടിരിക്കുക. ഈ വർഷം എനിക്ക് ലോസ് ആയതുകൊണ്ട് ഞാൻ അസസ്മെൻറ്റ് നടത്തേണ്ടതാണോ? അല്ല, ഞാൻ നടത്തണം. ലോസ് ആണെങ്കിലും ഞാൻ എന്ത് ചെയ്യണം? അസസ്മെൻറ്റ് നടത്തിയിട്ട് കണക്ക് അവതരിപ്പിക്കണം? ഇൻകം ടാക്സ് അതോറിറ്റീനെ അവതരിപ്പിക്കണം. സോ ഞാൻ ആരായിട്ട് മാറി? അസസി ആയിട്ട് മാറി. ഓർ ബൈ സച്ച് അതർ പേഴ്സൺ. അല്ലെങ്കിൽ എൻ്റെ മകന് ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിൽ മകന് ലോസ് ഉണ്ടായി, അപ്പോൾ മകന് ഇൻകം ഉണ്ടെങ്കിൽ മകൻ്റെ ഇൻകം എൻ്റെ ഇൻകത്തിലേക്ക് ക്ലബ് ചെയ്യുമ്പോൾ ഞാൻ അസസി ആവില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ മകന് ലോസ് വന്നു കഴിഞ്ഞാൽ ആ ലോസ് മേൽ ഞാൻ ആരായിട്ട് മാറും? അസസി ആയിട്ട് മാറും. ആ മകൻ്റെ കണക്ക് ഞാൻ എന്ത് ചെയ്യണം? അസസി ആയിട്ട് അവിടെ അവതരിപ്പിക്കണം.
അപ്പോഴും ഞാൻ അസസിയായി. ഓർ ടു ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് റീഫണ്ട് ഡ്യൂ ടു ഹിം, അല്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞ വർഷം, ഈ വർഷം ഞാൻ പാപ്പരാണ്, പൈസ ഒന്നുമില്ല, കഴിഞ്ഞ വർഷം ഞാൻ സർക്കാരിലേക്ക് ടാക്സ് അടച്ചപ്പോൾ 2 ലക്ഷം രൂപ എന്ത് ചെയ്തു, എക്സസ് ടാക്സ് അടച്ചു, എനിക്കത് റീഫണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ എനിക്ക് നോട്ടീസ് അയച്ചു, താങ്കൾക്ക് 2 ലക്ഷം രൂപ റീഫണ്ട് തരാം, പക്ഷേ റീഫണ്ട് തരണമെങ്കിൽ ഇന്നൊരു ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ ആ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണവുമായി, ആ റീഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണവുമായി ബന്ധപ്പെട്ട് സ്റ്റിൽ ഞാൻ ആര് തന്നെയാണ്, അസസി തന്നെയാണ്. കാരണം ഒരു അസസ്മെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അസസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടാക്സ് അടയ്ക്കാൻ മാത്രം ലേബിളായിട്ടുള്ള വ്യക്തിയല്ലേ, പ്രൊസീഡിങ്സ് നേരിടുന്ന വ്യക്തി കൂടി ആരാണ്, അസസിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓർ ടു സച്ച് അതർ പേഴ്സൺ, എനിക്ക് നയാ പൈസ വരുമാനമില്ല, എൻ്റെ മകനാണ് ആകെ ബിസിനസ് നടത്തി വരുമാനമുള്ളത്, മകനാണ് ഈ മൈനറാണ്, 18 വയസ്സിൽ താഴെയുള്ളൂ. ഈ മകൻ ബിസിനസ് നടത്തിയിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് വൻ പ്രോഫിറ്റാണ്, ടാക്സ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാ ടാക്സ് അടയ്ക്കണത്? ഞാനാണ് ടാക്സ് അടയ്ക്കുന്നത്. കാരണം മകൻ മൈനറാണല്ലോ, മകൻ്റെ ഇൻകത്തുമേൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടവരും, ഞാൻ അസസബിളാണ്, ഞാൻ ടാക്സ് അടയ്ക്കണം. ഈ വർഷം മകന് ലോസാണ്, അപ്പോൾ എന്താ ചെയ്യുക, ഈ വർഷത്തെ ലോസ് മേൽ ടാക്സ് അടയ്ക്കേണ്ടത് ആരാ, ലോസ് ഉണ്ടെങ്കിൽ ആ ലോസ് ആണെന്ന് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് ആരാ, ആ ഉത്തരവാദിത്തം എനിക്കാണ്. മകന് 18 വയസ്സ് പൂർത്തിയാവുന്നതുവരെ ആ ഉത്തരവാദിത്തം ആർക്കാണ്, എനിക്കുള്ളതാണ്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് അസസി എന്ന് പറയുന്നത്. സോ അസസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് അസസി? ഇവിടെ നോക്കുക, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അസസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കാൻ ലേബിളായിട്ടുള്ള വ്യക്തിയും മറ്റുള്ള പ്രൊസീഡിങ്സ് ടാക്സ് അടയ്ക്കാൻ ലേബിളായിട്ടുള്ള വ്യക്തി അസസിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്ത് പറഞ്ഞു, ഇവർ കൂടി ഉൾപ്പെടുന്നു, അതായത് പ്രൊസീഡിങ്സ് നേരിടുന്ന വ്യക്തിയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, അസസിയിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇതിനടുത്താണ് എവരി പേഴ്സൺ ഹൂ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി അണ്ടർ എനി പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്. അതായത് ഡീംഡ് അസസി ആവുക. ആരാണ് ഡീംഡ് അസസി എന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഡീംഡ് അസസിയുമാരാണ്, അസസിയാണ്. അടുത്താണ് എവരി പേഴ്സൺ ഹൂ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി ഇൻ ഡിഫോൾട്ട് അണ്ടർ എനി പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട്. അസസി ഇൻ ഡീഫോൾട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീഫോൾട്ട് വരുത്തുന്ന വ്യക്തിമാരാണ്, അസസിയാണ്. അപ്പോൾ അസസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കാൻ ലേബിൾ ആയിട്ടുള്ള വ്യക്തി, അതുപോലെ തന്നെ ടാക്സിൻ്റെ പ്രൊസീഡിങ്സ് നേരിടുന്ന വ്യക്തി, അതുപോലെ തന്നെ എന്താണ് ഡീംഡ് അസസി, അതുപോലെ തന്നെ ആരാണ് അസസി ഇൻ ഡീഫോൾട്ട്. ഇവരെല്ലാവരും ആരാണ്, അസസിയാണെന്ന് പഠിച്ചിരിക്കുക. ഇനി ആരാ പഠിക്കേണ്ടത്, ഡീംഡ് അസസി ആരാണെന്നും അതുപോലെ തന്നെ അസസി ഇൻ ഡീഫോൾട്ട് ആരാണെന്നുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നെക്സ്റ്റ് പഠിക്കേണ്ടത്. സോ ഫസ്റ്റ് ഒന്ന് നോക്കാം, ഡീംഡ് അസസി. എന്താണ് ഡീംഡ് അസസി? ആൻ ഇൻഡിവിജ്വൽ മൈറ്റ് ബി അസൈൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് പേയിങ് ടാക്സസ് ബൈ ദ ലീഗൽ അതോറിറ്റി ആൻഡ് സച്ച് ഇൻഡിവിജ്വൽസ് ആർ കോൾഡ് ഡീംഡ് അസസി. ആൻ ഇൻഡിവിജ്വൽ മൈറ്റ് ബി അസൈൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് പേയിങ് ടാക്സസ് ബൈ ദ ലീഗൽ അതോറിറ്റി എന്ത് ചെയ്തു, താങ്കൾ ടാക്സ് അടയ്ക്കാൻ ലേബിളായിട്ടുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു. ഓക്കെ, സച്ച് ഇൻഡിവിജ്വൽ ആർ കോൾഡ് ഡീംഡ് അസസി. ഡീംഡ് അസസീസ് ക്യാൻ ബി, ഡീംഡ് അസസീസ് ആരൊക്കെയാവാം, ദ എൽഡസ്റ്റ് സൺ ഓർ എ ലീഗൽ ഹയർ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. അതായത് ആരാണ്, ദ എൽഡസ്റ്റ് സൺ ഓർ എ ലീഗൽ ഹയർ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ ഹൂ ഹാസ് എക്സ്പയർഡ് വിത്തൗട്ട് റൈറ്റിംഗ് എ വിൽ. ദ എൽഡസ്റ്റ് സൺ, മൂത്ത മകൻ, ഓർ എ ലീഗൽ ഹയർ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. അതായത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ മരണപ്പെട്ട സമയത്ത് എൻ്റെ സ്വത്തിൻ്റെ, എൻ്റെ വരുമാനത്തിൻ്റെ ഉത്തരവാദികൾ ഇന്ന ആളാണെന്ന് ഞാൻ എന്ത് ചെയ്തില്ല, വിൽപ്പത്രം എഴുതി വെച്ചിട്ടില്ല. വിൽപ്പത്രം എഴുതി വെക്കുന്നതിന് മുന്നേ ഞാൻ പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പോൾ പെട്ടെന്നുള്ള മരണം കൊണ്ട് ആ കഴിഞ്ഞ വർഷത്തെ വരുമാനത്തിന്മേൽ ആര് ടാക്സ് അടയ്ക്കേണ്ടി വരും, എൻ്റെ എൽഡസ്റ്റ് സൺ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതായത് 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ, പ്രീവിയസ് ഇയറിലെ ടാക്സ് 2024-25 അസസ്മെൻറ്റ് ഇയറിൽ അടയ്ക്കണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ അടയ്ക്കേണ്ടി വരുമ്പോൾ 2023-24 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും 2023-24 2024 ജാനുവരി ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു 30 ലക്ഷം രൂപ വരുമാനം ഉണ്ടായിരുന്നു. 2024 ജാനുവരി എത്തിയപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, മരണപ്പെട്ടു. അപ്പോൾ എൻ്റെ മൂത്ത മകൻ എന്ത് ചെയ്യണം, അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, വിൽപ്പത്രം ഒന്നും എഴുതി വെച്ചിട്ടില്ല, എൻ്റെ സ്വത്തിൻ്റെ അവകാശികൾ ആരാണെന്ന് വിൽപ്പത്രം ഒന്നും എഴുതി വച്ചിട്ടില്ല എങ്കിൽ എൻ്റെ വരുമാനത്തിന്മേലുള്ള ടാക്സ് 2024-25 അസസ്മെൻറ്റ് ഇയറിൽ എൻ്റെ മൂത്ത മകൻ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ എൻ്റെ മൂത്ത മകൻ ആരായിട്ട് മാറി, ഡീംഡ് അസസി ആയിട്ട് മാറി. ഞാനായിരുന്നു അസസി, ഞാൻ മരണപ്പെട്ടു, അതിൻ്റെ സ്വത്തവകാശം വരുന്നത് മൂത്ത മകനായതുകൊണ്ട് ഡീംഡ് അസസി അദ്ദേഹമായിട്ട് മാറും, അദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നെക്സ്റ്റ്, ദ എക്സിക്യൂട്ടർ ഓർ എ ലീഗൽ ഹയർ ഓഫ് എ പ്രോപ്പർട്ടി ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ ഹു ഹാസ് പാസ്ഡ് ഓൺ ഹിസ് പ്രോപ്പർട്ടി ടു ദ എക്സിക്യൂട്ടർ ഇൻ റൈറ്റിംഗ്. എന്താണത്? അതായത് നിങ്ങൾ രാജമാണിക്യം സിനിമ കണ്ടിട്ടുണ്ടാവും. രാജമാണിക്യം സിനിമയിൽ അവിടെ സായികുമാർ മരണപ്പെടുന്നുണ്ട്. സായികുമാർ മരണപ്പെടുന്ന സമയത്ത് ആ സ്വത്ത് ആർക്ക് എഴുതി കൊടുക്കുന്നത്, സ്വത്ത് സ്വന്തം മക്കളുണ്ടെങ്കിലും രണ്ടാമത്തെ ഭാര്യയുടെ മകനായിട്ടുള്ള രാജമാണിക്യത്തിനാണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ടറായിട്ട് കൊടുക്കുന്നത്. അതായത് അവിടെ പദവി കൊടുക്കുന്നത് എന്താ, മമ്മൂട്ടിക്ക് പദവി കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വത്ത്
എൻ്റെ സ്വത്തിൻ്റെ അവകാശം താങ്കൾക്കാണ്, താങ്കൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് എന്ത് ചെയ്യാം, ഈ സ്വത്ത് വീതം വെച്ച് കൊടുക്കാമെന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ സായ്കുമാറിന് 2023-24 വരുമാനത്തിന്മേലുള്ള ടാക്സ് ആരടയ്ക്കേണ്ടി വരും? ഈ എക്സിക്യൂട്ടർ അടയ്ക്കേണ്ടി വരും. അതായത് സായ്കുമാർ മരണപ്പെട്ട സമയത്ത് വിൽപ്പത്രം എഴുതിയിട്ടില്ല. അപ്പോൾ ആരാ ടാക്സ് അടയ്ക്കേണ്ടത്? സായ്കുമാറിൻ്റെ മകനാണ് ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷേ സായ്കുമാർ എന്ത് ചെയ്തിട്ടുണ്ട്? വിൽപ്പത്രം എഴുതിയിട്ടില്ലെങ്കിൽ പകരം എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ സ്വത്തിന് ഒരു എക്സിക്യൂട്ടറോ ലീഗൽ ഹയറോ ആയിട്ട് ഒരു വ്യക്തിനെ നിയോഗിച്ചിട്ടുണ്ട്. അതാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്? മമ്മൂട്ടിയാണ് നിയോഗിച്ചിരിക്കുന്നത്. സോ മമ്മൂട്ടി ആരായിട്ട് മാറും? അസസി ആയിട്ട് മാറും. So the executor or a legal heir of the property of a deceased person who has passed on his property to the executor in writing. എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ സ്വത്തിൻ്റെ അവകാശം, നടത്തിപ്പ് അവകാശം ആർക്കാണ്? മമ്മൂട്ടിക്കാണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. സോ മമ്മൂട്ടി ആരായിട്ട് മാറി? അസസി ആയിട്ട് മാറി. അങ്ങനെ എഴുതിയിട്ടില്ല, ഇതും എഴുതിയിട്ടില്ല, വിൽപ്പത്രം എഴുതിയിട്ടില്ലെങ്കിൽ മൂത്ത മകനായിരിക്കും അസസി എന്ന് പറയുന്നത്. ഇതിനടുത്താണ് ദ ഗാർഡിയൻ ഓഫ് എ ലൂണാറ്റിക് ആൻഡ് ഇഡിയറ്റ് ഓർ എ മൈനർ. ഇനി ഒരു ഗാർഡിയൻ, അതായത് ലൂണാറ്റിക്, അതായത് മാനസികമായിട്ടുള്ള വെല്ലുവിളികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഗാർഡിയൻ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും. ആ ഗാർഡിയൻ ആരായിട്ട് മാറും? അസസി ആയിട്ട് മാറും. ഓക്കെ. ഇപ്പോൾ ലുണാറ്റിക് ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഇഡിയറ്റ് ആയിട്ടുള്ള വ്യക്തി, ആ വ്യക്തിക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടെന്ന് വിചാരിച്ചു, ആ വ്യക്തി ടാക്സ് അടയ്ക്കേണ്ട, പകരം ആര് ടാക്സ് അടയ്ക്കണം? അതിൻ്റെ ഗാർഡിയൻ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഗാർഡിയൻ ആരായിട്ട് മാറി? അസസി ആയിട്ട് മാറി. സോ ദ ഗാർഡിയൻ, ദ എക്സിക്യൂട്ടർ, അതുപോലെ തന്നെ ആരാണ്? ഗാർഡിയൻ ഉണ്ട്, എക്സിക്യൂട്ടർ ഉണ്ട്, അതുപോലെ തന്നെ എൽഡസ്റ്റ് സൺ. ഇവർ 3 പേരും ആരാവും? ഡീംഡ് അസസി ആയിട്ട് മാറും. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ദെൻ അടുത്തത് ദ ഏജന്റ് ഓഫ് എ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ റിസീവിങ് ഇൻകം ഫ്രം ഇന്ത്യ. ദ ഏജന്റ് ഇതുകൂടി ആരായിട്ട് മാറും? ഡീംഡ് അസസി ആയിട്ടും. ദ ഏജന്റ് ഓഫ് എ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ റിസീവിങ് ഇൻകം ഫ്രം ഇന്ത്യ. അതായത് ഒരു നോൺ റെസിഡൻ്റ് ഉണ്ട്, ഇന്ത്യയിൽ സ്ഥിരതാമസമില്ലാത്ത ഏതോ ഒരു വിദേശിയോ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരനായിട്ടുള്ള വ്യക്തി, അദ്ദേഹം ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്ന ആരെ വെച്ചിട്ടാണ്? ഒരു ഏജൻറ്റിനെ വെച്ചിട്ടാണ്. ഞാനാണ് അദ്ദേഹത്തിൻ്റെ ഏജൻ്റ് എങ്കിൽ ഞാനാണ് ആര്? അസസി. ഞാൻ ഡീംഡ് അസസി ആയിട്ട് മാറും. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. സോ അപ്പോൾ ആരൊക്കെയാണ് ഡീംഡ് അസസി? എൽഡസ്റ്റ് സൺ ആവാം, എക്സിക്യൂട്ടർ ആവാം, ഗാർഡിയൻ ആവാം, അതുപോലെ തന്നെ ഏജൻറ്റും ആവാം. ഓക്കെ. സോ ഡീംഡ് അസസി ആരാണെന്നുള്ളത് പഠിച്ചു. അടുത്താണ് അസസി ഇൻ ഡീഫോൾട്ട്. എന്താണ് അസസി ഇൻ ഡീഫോൾട്ട്? അസസി ഇൻ ഡീഫോൾട്ട് ഈസ് എ പേഴ്സൺ ഹൂ ഹാസ് ഫെയിൽഡ് ടു ഫുൾഫിൽ ഹിസ് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആസ് പെർ ദ ഇൻകം ടാക്സ് സച്ച് ആസ് നോട്ട് പേയിങ് ടാക്സ് ടു ദ ഗവൺമെൻറ് ഓർ നോട്ട് ഫയൽ ഹിസ് ഇൻകം ടാക്സ് റിട്ടേൺ. അതായത് അസസി ഇൻ ഡീഫോൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീഫോൾട്ട് വരുത്തുന്ന വ്യക്തി, അതായത് പേഴ്സൺ ഹു ഹാസ് ഫെയിൽഡ് ടു ഫുൾഫിൽ ഹിസ് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ. ഈ ഇൻകം ടാക്സ് ആക്ടുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ ചെയ്യാനായിട്ട് ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ആ ബാധ്യത അദ്ദേഹം എന്ത് ചെയ്തില്ല? നിർവഹിച്ചില്ല. ഫെയിലിയർ വരുത്തിയ വ്യക്തിനെ എന്ത് വിളിക്കും? അസസി ഇൻ ഡീഫോൾട്ട് എന്ന് വിളിക്കും. സച്ച് ആസ് നോട്ട് പേയിങ് ടാക്സസ്, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യാതിരിക്കുക, ഓർ നോട്ട് ഫയലിംഗ് ഹിസ് ഇൻകം ടാക്സ് റിട്ടേൺ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുക. അപ്പോൾ ടാക്സ് അടയ്ക്കാത്ത വ്യക്തി അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത വ്യക്തി, ഇവരെയാണ് എന്ത് വിളിക്കുന്നത്? അസസി ഇൻ ഡീഫോൾട്ട് എന്ന് വിളിക്കുന്നത്. സോ ഒന്നുകൂടി നോക്കാം. അസസി ഇൻ ഡീഫോൾട്ട് ഈസ് എ പേഴ്സൺ ഹൂ ഹാസ് ഫെയിൽഡ് ടു ഫുൾഫിൽ ഹിസ് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ. നിയമപരമായിട്ടുള്ള ചില ഒബ്ലിഗേഷൻസ് നടത്തേണ്ട വ്യക്തി ഫെയിലിയർ വരുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് വിളിക്കും? അസസി ഇൻ ഡീഫോൾട്ട് എന്ന് വിളിക്കും. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ആൻ എംപ്ലോയർ ഈസ് സപ്പോസ്ഡ് ടു ഡിഡക്റ്റ് ടാക്സ് ഫ്രം ദ സാലറി ഓഫ് ഹിസ് എംപ്ലോയീസ് ബിഫോർ ഡിസ്ബേഴ്സിങ് ദ സാലറി. അതായത് നിങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ജോലി ചെയ്യാണ്. KFC എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ, ഒരു ബാങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? ജോലി ചെയ്യാണ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിങ്ങൾ പോയിട്ട് ജോലി ചെയ്യാണ്. അല്ലെങ്കിൽ സിഡ്കോയിൽ നിങ്ങൾ ഭാവിയിൽ പോയിട്ട് ജോലി ചെയ്യാണ്. അപ്പോൾ ആ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവർ സാലറി തരും. ഒരു മാസം 1 ലക്ഷം രൂപയാണ് സാലറി തരുന്നതെങ്കിൽ ആ സിഡ്കോ എന്ന് പറയുന്ന കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് TDS ഡിഡക്റ്റ് ചെയ്യണം എന്നുള്ളത്. TDS അവർ ഡിഡക്റ്റ് ചെയ്താൽ മാത്രം പോരാ, ആ TDS ഡിഡക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പാൻ നമ്പറിൽ നിങ്ങളുടെ പേരിൽ ടാക്സ് അടയ്ക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? അവർക്കുണ്ട്. വെറുതെ TDS പിടിച്ചിട്ട് അവർ തിന്നാൽ പോരാ. അവരെന്ത് ചെയ്യണം? ആ TDS പിടിച്ചിട്ട് എങ്ങോട്ട് കൊടുക്കണം? നേരെ നമ്മളുടെ പേരിൽ, നമ്മുടെ പാൻ നമ്പറിൽ എൻ്റെ പേരിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് ആ ഉത്തരവാദിത്തം അവർക്കുണ്ട്. അപ്പോൾ ടാക്സ് TDS പിടിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്, പിടിച്ച TDS അസസിയുടെ പേരിൽ അടയ്ക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഈ പറഞ്ഞവർക്കുണ്ട്. സോ അവരങ്ങനെ ചെയ്തില്ലെങ്കിൽ, ആ TDS പിടിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പിടിച്ച എമൗണ്ട് അടയ്ക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവരെന്ത് വിളിക്കും? അസസി ഇൻ ഡീഫോൾട്ട് എന്ന് വിളിക്കും. സോ ക്ലിയർ ആയെന്ന് വെച്ചിരിക്കുന്നു. സോ ഇതാണ് അസസി ഇൻ ഡീഫോൾട്ട്. ഹി ഈസ് ദെൻ റിക്വയർഡ് ടു പേ ദ ഡിഡക്റ്റഡ് ടാക്സസ് ടു ദ ഗവൺമെൻറ് ബൈ ദ സ്പെസിഫിക് ഡ്യൂ ഡേറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സിഡ്കോ എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്തു? TDS എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു, പക്ഷെ അവർ അടയ്ക്കാതിരുന്നു, ഗവൺമെൻറ്റിലേക്ക് അടച്ചില്ല.
അസസി ഇൻ ഡിഫോൾട്ട് എന്ന് വിളിക്കും. ഇഫ് ദ എംപ്ലോയർ ഫെയിൽസ് ടു ഡെപ്പോസിറ്റ് ദ ടാക്സ് ഡിഡക്റ്റഡ്, അതായത് ടാക്സ് ഡിഡക്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് അടയ്ക്കാതിരിക്കുക, ഹി വിൽ ബി കൺസിഡർഡ് ആസ് ആൻ അസസി ഇൻ ഡിഫോൾട്ട്. അവരെ അസസി ഇൻ ഡിഫോൾട്ട് എന്ന് വിളിക്കും. സോ ഇതാണ് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. അടുത്താണ് അസസ്മെന്റ് ഇയർ ആണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഓൾറെഡി അസസ്മെന്റ് ഇയറിനെ കുറിച്ച് അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് പറയണം. അസസ്മെന്റ് ഇയർ മീൻസ് എ പീരീഡ് ഓഫ് 12 months കമൻസിംഗ് ഓൺ 1st April എവറി ഇയർ ആൻഡ് എൻഡിങ് ഓൺ 31st March ഓഫ് ദ നെക്സ്റ്റ് ഇയർ. 1st April മുതൽ 31st March വരെയുള്ള ഒരു ഫിനാൻഷ്യൽ ഇയറിനെയാണ് അസസ്മെന്റ് ഇയർ എന്ന് വിളിക്കുന്നത്. ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഓഫ് ആൻ അസസി ഈസ് ടാക്സ്ഡ് ഡ്യൂറിംഗ് ദ ഫോളോയിങ് അസസ്മെന്റ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഇൻകത്തിന്മേലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസസ്മെന്റ് ഇയറിൽ ടാക്സ് അടയ്ക്കേണ്ടത്. ഈസ് ടാക്സ്ഡ് ഡ്യൂറിംഗ് ദ ഫോളോയിങ് അസസ്മെന്റ് ഇയർ അറ്റ് ദ റേറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ റെലവൻറ്റ് ഫിനാൻസ് ആക്ട്. കറന്റ് അസസ്മെന്റ് ഇയർ ഏതാണ്? 2024-25 ആണ് ഇപ്പോഴത്തെ കറന്റ് അസസ്മെന്റ് ഇയർ. ഓക്കെ. ദെൻ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് എന്താണ്? ഇൻകം ഏൺഡ് ഇൻ എ ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദ നെക്സ്റ്റ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഇൻകത്ത് മേലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അസസ്മെന്റ് ഇയറിൽ ടാക്സ് അടയ്ക്കേണ്ടത്. ദി ഇയർ ഇൻ വിച്ച് ദ ഇൻകം ഈസ് ഏൺഡ് ഈസ് നോൺ ആസ് പ്രീവിയസ് ഇയർ. നമ്മൾ ഇൻകം ഏൺ ചെയ്ത വർഷത്തിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുന്നത്. ഫ്രം ദ അസസ്മെന്റ് ഇയർ 1989-90, അതായത് 1989-90 മുതൽക്ക് all assessees are required to follow financial year 1st April to March 31st ആണ്. അതായത് 1989-90 മുതലാണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ എന്നുള്ള ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. The uniform previous year has to be followed for all source of income. സോ ഇതാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. സോ നമ്മുടെ കറണ്ട് പ്രീവിയസ് ഇയർ 2023-24 ആണ്. കറണ്ട് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് 24-25 ആണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന ബജറ്റ് എന്ന് പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ ബജറ്റ് 2023 ആണ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആനുവൽ ഫിനാൻഷ്യൽ ബജറ്റിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ബജറ്റ് 2023 ബജറ്റാണ്. ഓക്കെ. ഈ 2023 ബജറ്റ് ഏത് വർഷത്തേക്കുള്ളതാണ്? 2023-24 പ്രീവിയസ് ഇയറിലേക്കും 2024-25 അസസ്മെന്റ് ഇയറിലേക്കുള്ളതാണ്. ഫെബ്രുവരി 2024 ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഏത് വർഷത്തേക്കുള്ളതാണ്? 2024-25 പ്രീവിയസ് ഇയറിലേക്കും 2025-2026 അസസ്മെന്റ് ഇയറിലേക്കുള്ളതാണ്. എന്തിനാണ് ഈ പ്രീവിയസ് ഇയർ എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത്? 2023 ഏപ്രിൽ 1 മുതലല്ലേ? ആ ഏപ്രിലിന് തൊട്ട് മുമ്പ് മാർച്ചിന് തൊട്ട് മുമ്പ് ഫെബ്രുവരി, ഒരു മാസം 2 മാസം അല്ലെങ്കിൽ 1.5 മാസം മുമ്പ് എന്തിനാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്? നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്ററായിട്ടുള്ള നിർമ്മല സീതാരാമൻ വന്ന് പറയാണ്, ഫെബ്രുവരി 2023 പറയാണ് എന്താണ് വരാൻ പോകുന്ന ഏപ്രിൽ 1 മുതൽ 2023 ഫെബ്രുവരിയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് 2023 ഏപ്രിൽ ആയിട്ടില്ലല്ലോ. അപ്പം നമ്മളുടെ അടുത്ത് പറയാണ്, നിങ്ങൾക്ക് 2023 ഏപ്രിൽ 1 മുതൽ 2024 മാർച്ച് 31 വരെ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്മേൽ നിങ്ങൾ ഇത്ര ശതമാനം ടാക്സ് അടയ്ക്കണം. അത് 2024-25 അടയ്ക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ഇന്ത്യയിലെ ഭരണഘടന പ്രകാരം പെട്ടെന്നൊരു കാര്യം എന്ത് ചെയ്യാൻ പാടില്ല? ഇമ്പോസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് കൂടിയിട്ടാണ് ഒരു 1.5 മാസം മുമ്പ് തന്നെ, പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പേ തന്നെ എന്ത് ചെയ്യണത്? ബജറ്റ് അവതരിപ്പിക്കുന്നത്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ 2024 ബജറ്റ് ഫോളോ ചെയ്യേണ്ടത് 2024-25 ഓക്കെ. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്താണ് ആക്സലറേറ്റഡ് അസസ്മെൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിന് നേരെ വിരുദ്ധമാണിത്. ഏത്? ആക്സലറേറ്റഡ് അസസ്മെൻറ്റ്. സാധാരണഗതിയിൽ 2023-24 ഇൻകം, നമുക്കൊരു ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ 2024-25 എന്ത് ചെയ്താൽ മതി? അസസ്മെന്റ് ഇയറിൽ ടാക്സ് അടച്ചാൽ മതി. അങ്ങനെയാണ് കഥ. പഠിച്ചത് അതാണ്. ദെൻ ആക്സലറേറ്റഡ് അസസ്മെന്റ്. ദെൻ വാട്ട് ഈസ് ആക്സലറേറ്റഡ് അസസ്മെന്റ്? Every assessee is liable to be assessed during the assessment year for the income earned during the previous year. Previous year ഇൻകത്തിന്മേൽ അസസ്മെന്റ് ഇയറിലാണ് ടാക്സ് അടയ്ക്കേണ്ടത്, ഒരു സംശയമില്ല. എന്നാൽ however in certain circumstances the income of a person shall be assessed during the previous year itself is called accelerated assessment. ചില സാഹചര്യത്തിൽ 2023-24 പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന്മേൽ പ്രീവിയസ് ഇയറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? ആക്സലറേറ്റഡ് അസസ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ടാക്സ് അടയ്ക്കേണ്ടതെങ്കിൽ ഇത് അതാത് വർഷത്തെ ടാക്സ് അതാത് വർഷം തന്നെ അടയ്ക്കും. ദാറ്റ് ഈസ് ആക്സലറേഷൻ കുറച്ച് കൂടിയിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ആക്സലറേറ്റഡ് അസസ്മെൻറ്റ്. ദെൻ അടുത്താണ് സിറ്റുവേഷൻസ് ഇൻ വിച്ച് ആക്സലറേറ്റഡ് അസസ്മെൻറ്റ് ഈസ് ഡൺ. ഏത് സിറ്റുവേഷനിലാണ് ആക്സലറേറ്റഡ് അസസ്മെൻറ്റ് നടത്തേണ്ടത്? ഫസ്റ്റ് വൺ നോക്കാം. ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. ഒരാൾ ഇന്ത്യയുടെ തുറമുഖത്ത് വന്നു, ഒരു അമേരിക്കക്കാരനാണ്.
ഇന്ത്യയിലെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് വന്നിട്ട് എന്ത് ചെയ്തു, കുറച്ച് സാധനങ്ങൾ അവിടെ വന്ന് വിറ്റിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ട് നേരെ പോയി. ഇൻകം ഓഫ് എ നോൺ റെസിഡൻറ്റ്. അദ്ദേഹം നോൺ റെസിഡൻ്റ് ആണ്, ഇന്ത്യയിൽ താമസമില്ല, ഒരു ദിവസം ഇന്ത്യയിൽ വന്നു കച്ചവടം നടത്തി പോയി. അപ്പോൾ 2023-24 വന്നിട്ട് കപ്പലിൽ വന്ന് ബിസിനസ് നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് 2024-25 ടാക്സ് അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് അടച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൊടിയും തട്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ നാട്ടിൽ നിന്ന് പോവും അല്ലേ. അപ്പോൾ അതങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, അങ്ങനെ പോകുന്നവരുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ അസസ്മെൻ്റ് നടത്തി പൈസ മേടിക്കണം. സോ ദാറ്റ് ഈസ് കോൾഡ് എസ് ആക്സലറേറ്റഡ് അസസ്മെൻറ്റ്. ഇൻകം ഓഫ് എ നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. ഷിപ്പിംഗ് ബിസിനസ് നടത്തുന്ന നോൺ റെസിഡൻറ്റ് ഇന്ത്യയിൽ വന്ന് ബിസിനസ് നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് അസസ്മെൻറ്റ് ഇയർ വരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല, പ്രീവിയസ് ഇയറിൽ തന്നെ അസസ്മെൻറ്റ് നടത്തിയിട്ട് ടാക്സ് അടയ്ക്കാൻ പറയണം. അദ്ദേഹം എന്ത് ചെയ്യണം, ആക്സലറേറ്റഡ് അസസ്മെൻറ്റ് നടത്തണം. സെക്കൻഡ് സിറ്റുവേഷൻ ആണ് ഇൻകം ഓഫ് എ പേഴ്സൺ ലീവിങ് ഇന്ത്യ. ഇൻകം ഓഫ് എ പേഴ്സൺ ലീവിങ് ഇന്ത്യ. ഇന്ത്യ വിട്ടു പോകുന്ന വ്യക്തി. അതായത് ഇപ്പോൾ ഞാൻ ഇന്ത്യയിൽ വരുമാനമുള്ള ഒരാളാണ്, ഞാൻ എന്ത് ചെയ്തു, ഇന്ത്യ വിട്ട് എന്ത് ചെയ്യാണ്, പോവാണ്. അപ്പോൾ ഇന്ത്യ വിട്ട് പോകുമ്പോൾ 2023-24 എനിക്കൊരു 10 കോടി രൂപയുടെ ഒരു ബിസിനസ് ഉണ്ട്, 10 കോടി രൂപ ലാഭമുണ്ട് 2023-24. 2023-24 മാർച്ച് 30 ആയപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ നേരെ വേറെ രാജ്യത്തേക്ക് വിസ എടുത്ത് അവിടുത്തെ പെർമനൻറ്റ് വിസ എടുത്തോ അല്ലെങ്കിൽ അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തോ ഞാൻ നാട് വിട്ടു. അപ്പോൾ 2024-25 അസസ്മെൻറ്റ് ഇയറിൽ ഞാൻ ടാക്സ് അടയ്ക്കില്ല, ടാക്സ് അടയ്ക്കാതെ മുങ്ങും, ശരിയല്ലേ. സോ അങ്ങനെ ആളുകൾ മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിയമം വന്നിരിക്കുന്നത്. ഇൻകം ഓഫ് എ പേഴ്സൺ ലീവിങ് ഇന്ത്യ. ഇന്ത്യ വിട്ടു പോകുന്ന വ്യക്തി എന്ത് ചെയ്തോളണം, ഇന്ത്യയിൽ ടാക്സ് അടച്ചോളണം. ആക്സലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസസ്മെൻറ്റ് ഇയർ വരെ കാത്തിരിക്കേണ്ട, പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് അടച്ചോളണം. അടുത്തതാണ് ഇൻകം ഓഫ് ആൻ AOP ഓർ BOI ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ. AOP അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഉണ്ട്, അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കുന്നുണ്ട്. AOPയും അതുപോലെ തന്നെ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺസ് ഒക്കെ ഇവരും എന്ത് ചെയ്യണം, അസസ്മെൻറ്റ് ഇയർ വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല, പ്രീവിയസ് ഇയറിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും, ആക്സലറേറ്റഡ് അസസ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. അടുത്താണ് ഫോർത്ത് വൺ ആണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വസ്തു മറ്റൊരാളിലേക്ക് എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്താ, ടാക്സ് വെട്ടിക്കുക എന്നുള്ള ലക്ഷ്യം. സോ അതും നടപടിയില്ല. ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, ആക്സലറേറ്റഡ് അസസ്മെൻറ്റ് നടത്തേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിലൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ഒരു സ്വത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, വാടകയ്ക്ക് കൊടുത്തേക്കായിരുന്നു. അപ്പോൾ ആ വാടകയ്ക്ക് കൊടുത്ത വരുമാനത്തിന് മേൽ ഞാനാണല്ലോ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ ടാക്സ് അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വർഷാവസാനം ആകുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ആ സ്വത്ത് എൻ്റെ വേറെ സുഹൃത്തിൻ്റെ പേരിലേക്ക് ആക്കി കൊടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. സോ അങ്ങനെ ടാക്സ് മനഃപൂർവ്വം വെട്ടിക്കാനായിട്ട് പോകുന്ന ആളുകൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതുപോലെ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അസസ്മെൻറ്റ് ഇയർ വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. നിലവിൽ ആ വീടിൻ്റെ വാടക എത്രയൊക്കെ കിട്ടിയോ ആ വാടക മേലെ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ 2023-24 ഫെബ്രുവരി മാസം വരെ ഞാൻ റെൻറ്റ് സ്വീകരിച്ചു. 2024 മാർച്ച് ആയപ്പോഴത്തേക്ക് എൻ്റെ സുഹൃത്തിൻ്റെ പേരിലേക്ക് ആ വസ്തു എടുത്ത് മാറ്റി. എന്തിനാണ് മാറ്റിയത്, 2024-25 അസസ്മെൻറ്റ് ഇയർ ആകുമ്പോഴത്തേക്ക് എനിക്ക് കാണിക്കാമല്ലോ ഈ വസ്തുവിൻ്റെ ഉടമസ്ഥൻ ആരാ, എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് കാണിക്കാമല്ലോ. അപ്പോൾ ഞാൻ ടാക്സ് അടയ്ക്കണ്ടല്ലോ. പോരാ, 2024 ഫെബ്രുവരിയിൽ എൻ്റെ സുഹൃത്തിലേക്ക് ഞാൻ എൻ്റെ സ്വത്ത് കൈമാറ്റം നടത്തി കഴിഞ്ഞാൽ ഇതുവരെ എനിക്ക് കിട്ടിയ വരുമാനത്തിന്മേലുള്ള ടാക്സ് ഈ പ്രീവിയസ് ഇയർ തന്നെ 2024 ഫെബ്രുവരി തന്നെ ഞാൻ എന്ത് ചെയ്തോളാം, അസസ്മെൻറ്റ് നടത്തിയിട്ട് ഞാൻ ടാക്സ് അടച്ചോളാം. കൂട്ടുകാരിലേക്ക് കൊടുക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ടാക്സ് അടച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് പല ആളുകളും ടാക്സ് വെട്ടിക്കുന്നത് കൂടി കൊണ്ടാണ് ഇങ്ങനൊരു നിയമം വന്നിരിക്കുന്നത്. then അടുത്താണ് ഫിഫ്ത്ത് വൺ ആണ് ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് എ ബിസിനസ് ഓഫ് ഓർ പ്രൊഫഷൻ. ഞാനൊരു ബിസിനസ് നടത്തി. അപ്പോൾ ബിസിനസ് നടത്തിയത് 2023-24 ഫിനാൻഷ്യൽ ഇയറിലാണ് ഞാൻ ബിസിനസ് നടത്തിയത്. അപ്പോൾ 2023 ഡിസംബർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബിസിനസ് ഞാൻ അവിടെ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു, ഡിസ്കണ്ടിന്യൂ ചെയ്തു. ബിസിനസ് ഞാൻ വേണ്ടെന്ന് വെച്ചു. 2023-24 എൻ്റെ ബിസിനസ് ഇൻകത്തിന് മേലെ ടാക്സ് അടയ്ക്കേണ്ടത് അപ്പോഴാണ് 2024-25 ശരിയാണ്. പക്ഷേ ഈ ബിസിനസ് 2023 ഡിസംബർ, ദാറ്റ് ഈസ് പ്രീവിയസ് ഇയറിൽ തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 2023-24 തന്നെ ഞാൻ എന്ത് ചെയ്യണം, അസസ്മെൻറ്റ് നടത്തണം. ദാറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് എ ബിസിനസ് ഓർ എ പ്രൊഫഷൻ. ഓക്കെ, സോ ഇതാണ് എന്ത് നമ്മളെ സംബന്ധിച്ച് സിറ്റുവേഷൻസ് ഇൻ വിച്ച് ആക്സലറേറ്റഡ് അസസ്മെൻറ്റ് നടത്തുന്ന സിറ്റുവേഷൻസ് ഇതെല്ലാമാണ്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് ആണ് പേഴ്സൺ അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള പേഴ്സൺസിനെ കുറിച്ചാണ് നമ്മളിനി അടുത്ത് പറയാൻ പോകുന്നത്. പേഴ്സൺ ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഇൻഡിവിജ്വൽ.
ഇൻഡിവിജ്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാനൊരു ഇൻഡിവിജ്വലാണ്, ഞാൻ ആരാണ്? പേഴ്സണാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അടുത്താണ് HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അതായത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് വെച്ചാൽ ഹിന്ദു ലോ പ്രകാരം തുടങ്ങിയിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ എന്തുണ്ടാവും? ഒരു കർത്ത ഉണ്ടാവും, അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഹിന്ദു ഡിവൈഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഹിന്ദു ലോ ആക്ട് പ്രകാരവും അതുപോലെ തന്നെ സിഖ് ജെയിൻ എന്ന് പറയുന്ന 2 നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരും ഏതിൽ പെടും? HUF എന്ന് പറയുന്ന ഫാമിലിയിൽ പെടുന്നവരാണ്. സോ ഇവരെ വിളിക്കുന്ന പേരാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അവരും എന്താണ്? പേഴ്സൺസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സിനിമ കഥാനായകൻ എന്ന് പറയുന്ന നമ്മളുടെ ജയറാമിൻ്റെ ഒരു മലയാളം ഫിലിമുണ്ട്. ആ ഫിലിമിൽ ഏകദേശം ഒരു HUF ഫംഗ്ഷൻ ചെയ്യുന്ന പോലെയാണ് അവരുടെ ഫാമിലി ഫംഗ്ഷൻ ചെയ്യുന്നത്. നിങ്ങൾ പറ്റുമെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് HUF എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇൻഡിവിജ്വൽ ഒരു പേഴ്സണാണ്. HUFും ആ ഗ്രൂപ്പ് ഓഫ് ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? അവരും ഒരു പേഴ്സണാണ്. അതുപോലെ തന്നെ എന്താണ്? ഒരു കമ്പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇന്ത്യൻ കമ്പനി ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഫോറിൻ കമ്പനി ഉണ്ട്. ഇന്ത്യൻ കമ്പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയാണ് ഇന്ത്യൻ കമ്പനി അഥവാ ഡൊമസ്റ്റിക് കമ്പനി എന്നും പറയും. ഫോറിൻ കമ്പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിദേശ കമ്പനിയാണ്, അവർ ഇന്ത്യയിൽ വന്ന് ബിസിനസ് നടത്തുന്നവരാണ്, അവരാണ് ഫോറിൻ കമ്പനി എന്ന് വിളിക്കുന്നത്. സോ ഇൻഡിവിജ്വൽ, HUF, കമ്പനി എന്നൊക്കെ പറയുന്നത് എന്താണ്? പേഴ്സൺസ് ആണ്. അപ്പോൾ എനിക്ക് ഒരു ആസ് ആൻ ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ എനിക്ക് സാലറിയോ വേറെ ഏതെങ്കിലും വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ടാക്സ് അടയ്ക്കണം. HUF എന്ന് പറയുന്ന ഒരു ഫാമിലി ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം തമ്മിൽ ആ എൻ്റയർ ബിസിനസ്സാണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് അടയ്ക്കേണ്ടത്. കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനിയുടെ മാനേജറോ അല്ലെങ്കിൽ കമ്പനിയുടെ ഓണർ അല്ല ടാക്സ് അടയ്ക്കേണ്ടത്, ആ കമ്പനി ഇറ്റ്സെൽഫ്, ആ കമ്പനിയുടെ പേരിലാണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് അടയ്ക്കേണ്ടത്. സോ ഇൻഡിവിജ്വൽ ഒരു പേഴ്സണാണ്, HUF ഒരു പേഴ്സണാണ്, കമ്പനി ഒരു പേഴ്സണാണ്. നമ്മൾ എല്ലാ സ്ഥലത്തും പറഞ്ഞത് പേഴ്സൺ ഈസ് ലയബിൾ ടു പേ ടാക്സ് എന്ന് പറഞ്ഞാൽ പേഴ്സണാണ് ടാക്സ് അടയ്ക്കാൻ ലയബിൾ. അല്ലാതെ ഇവരുടെ ഉള്ളിലുള്ള എന്താണ് മാനേജറോ അല്ലെങ്കിൽ എന്താണ് CEO അവരല്ല ടാക്സ് അടയ്ക്കേണ്ടത്. എനിക്ക് കിട്ടുന്ന വരുമാനത്തിന്മേൽ ഞാൻ ടാക്സ് അടയ്ക്കണം, ഞാൻ ഇൻഡിവിജ്വലാണ്. HUF ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫാമിലി, ഹിന്ദു അണ്ടർ ഫാമിലി ബിസിനസ്സാണ്. ഞങ്ങൾ ആ എൻ്റയർ ഗ്രൂപ്പ് എന്ത് ചെയ്യണം? പേഴ്സൺ ആണ്. ഞങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? പേഴ്സൺ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ഡിക്ഷണറി മീനിങ് നോക്കരുത്. ഡിക്ഷണറി മീനിങ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻകം ടാക്സിൽ പേഴ്സൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 7 പേരെയാണ് എന്ത് വിളിക്കുന്നത്? 7 പേരെയാണ് പേഴ്സൺസ് വിളിക്കുന്നത്. ഇൻഡിവിജ്വലിനെയും പേഴ്സൺ എന്നാണ് വിളിക്കും, HUFനെയും പേഴ്സൺ എന്ന് വിളിക്കും, കമ്പനീനെയും പേഴ്സൺ എന്ന് വിളിക്കും. സോ ഇവർക്കൊക്കെ കിട്ടുന്ന വരുമാനത്തിന്മേൽ ഇവരെന്ത് ചെയ്തോളാം? ടാക്സ് അടച്ചോളാം. അപ്പോൾ മൂന്നാമത്തെ വ്യക്തി കമ്പനിയായി. അടുത്താണ് ഫേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, പാർട്ട്ണർഷിപ്പ് ഫേമുകൾ, അതുപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേം, LLP ഒക്കെ ഉണ്ടല്ലോ. സോ ഇവരെയൊക്കെയാണ് എന്ത് വിളിക്കുന്നത്? പേഴ്സൺസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? അഞ്ചാമത്തത് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ എ ബോഡി ഓഫ് ആൻ ഇൻഡിവിജ്വൽ വെദർ ഇൻകോപ്പറേറ്റഡ് ഓർ നോട്ട് എ ലോക്കൽ അതോറിറ്റി. അതായത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ, അതുപോലെ തന്നെ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, AOP, അതുപോലെ തന്നെ ആൻഡ് BOI എന്ന് പറയും. ഇവരും എന്ത് വിളിക്കും? പേഴ്സൺസ് എന്ന് വിളിക്കും. AOP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് യോജിക്കുന്നവരെയാണെന്ന് വിളിക്കുന്നത്, അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് നടക്കുകയാണ്, കേരയിൽ എന്ന് പറയുന്നൊരു പദ്ധതി നടക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ കേരയിൽ എന്ന് പറയുന്ന പദ്ധതിക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോഡ് നിർമ്മിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പാലങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കണം. അതിൻ്റെ ലാൻഡ് അപ്പോൾ മൊത്തം ഒരു 5,000 crores 5000 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ്. 5000 കോടിയിൽ ഒരു 3000 കോടി രൂപയാണിത് ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്, ലാൻഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവ്. അതായത് ലാൻഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവ്. അതുപോലെ തന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സിവിൽ വർക്കിന് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു 1000 crores, അതായത് 1000 കോടി രൂപയാണെന്ത് നമ്മളെ സിവിൽ വർക്ക് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ഒരു 1000 കോടി രൂപ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന വർക്കാണെന്ന് വിചാരിച്ചു. സോ ഒരു 5000 കോടി രൂപ ടെൻഡർ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും L&T എന്ന് പറയുന്ന ഒരു കമ്പനിയും അതുപോലെ തന്നെ രാഹുൽ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലും അതുപോലെ തന്നെ എന്താണ് B&B എന്ന് പറയുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേമും കൂടി എന്ത് ചെയ്തു? ഈ 3 ടീമും, ഇയാളൊരു പേഴ്സണാണ്, L&T ഒരു പേഴ്സണാണ്, ഈ 3 പേഴ്സൺസും കൂടി യോജിച്ചിട്ട് എന്ത് ചെയ്തു? ഈ 5000 കോടി രൂപയുടെ വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവർ അസോസിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവരെന്തല്ല ഒരു കമ്പനിയായിട്ട് ഫോം ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ L&T പറയാണ് ഞാൻ എന്ത് ചെയ്തോളാം? ഈ ലാൻഡ് അക്വിസിഷൻ്റെ വർക്ക് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു. അപ്പോൾ രാഹുൽ പറയാണ്
ഈ പറഞ്ഞ 1000 കോടി രൂപയുടെ ഈ സിവിൽ വർക്ക് ഞാൻ ചെയ്തോളാമെന്നും B&B എന്ന് പറയുന്ന കമ്പനി പറയുകയാണ് ഈ 1000 കോടി രൂപയുടെ മെക്കാനിക്കൽ വർക്ക് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ആ 5000 ക്രോർസിൻ്റെ വർക്ക് സംയോജിച്ച് എടുക്കുകയാണെങ്കിൽ ഒരു കോമൺ പർപ്പസിൽ എടുക്കുകയാണെങ്കിൽ ഇവരെ 3 പേരെയും വിളിക്കുന്ന പേരെന്താണ്? അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്നാണ് വിളിക്കുന്നത്. പേഴ്സൺസിൻ്റെ അസോസിയേഷൻ. ദെൻ വാട്ട് ഈസ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ? ഈ 5000 കോടി രൂപയുടെ വർക്ക് വരാണ്. അപ്പോൾ എന്ത് ചെയ്തു? രാഹുൽ, അതുപോലെ തന്നെ രാമു, അതുപോലെ തന്നെ രാധ എന്ന് പറയുന്ന 3 പേര് കൂടി എന്ത് ചെയ്തു? 3 ഇൻഡിവിജ്വൽ ചേർന്നിട്ട് എന്ത് ചെയ്തു? ഈ 5000 കോടി രൂപയുടെ വർക്ക് എടുത്തു. അവരെന്ത് വിളിക്കും? ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസ് മാത്രം യോജിക്കുകയാണെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്നും, ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് വ്യത്യസ്ത പേഴ്സൺസ് അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്ന് വിളിക്കും. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ അപ്പോൾ പേഴ്സൺസിൽ ആരൊക്കെ വന്നു? ഇൻഡിവിജ്വൽ, HUF, കമ്പനി, ഫേം, AOP ഓർ BOI. അപ്പോൾ എത്രയായി? 5 പേരായി. ഓക്കെ, AOP ആൻഡ് BOI എന്ന് പറയുന്നത് ഒരു കോമൺ ഇതിലായിട്ട് വരുന്നത്, 5ാമത്തെ ഇതിൽ വരുന്നത്. ഇൻഡിവിജ്വലായി, HUF ആയി, കമ്പനിയായി, ഫേമായി, AOP ആൻഡ് BOI വന്നു 5. അടുത്താണ് 6ാമത്തത്, എവരി ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ നോട്ട് ഫാളിംഗ് വിത്തിൻ എനി ഓഫ് എബോവ് കാറ്റഗറി. എവരി ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ. ഓക്കെ, എവരി ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഒരു കാര്യം കൂടിയുണ്ട്. ഈ 5ാമത്തെ വ്യക്തിയിൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ AOP BOI വരുന്നുണ്ട്. 6ാമത്തെ വ്യക്തിയിൽ വരുന്നത് സത്യം പറഞ്ഞാൽ ലോക്കൽ അതോറിറ്റിയാണ് കേട്ടോ. ലോക്കൽ അതോറിറ്റി 6ാമത്തെ വ്യക്തിയായിട്ട് വരുന്നതാണ്. ഇത് 7ാമത്തെ വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ 6ാമത്തെ വ്യക്തിയായിട്ട് വരുന്ന ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റി എന്ന് വെച്ചാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പോലുള്ളവരാണ് ലോക്കൽ അതോറിറ്റി എന്ന് വിളിക്കുന്നത്. ഇതാണ് 6ാമത്തെ ഐറ്റം. 7ാമത്തെ ഐറ്റം എന്താണ്? എനി ആർട്ടിഫിഷ്യൽ ഓർ ജൂറിഡിക്കൽ പേഴ്സൺ. അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി, ഐഡോൾസ്, ഡയറ്റീസ് ഇങ്ങനെയുള്ളവരൊക്കെയാണ് എന്ത് വരുന്നത്? ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺസിൽ വരുന്നത്. സോ ഈ പറഞ്ഞ 7 പേരെയാണ് എന്ത് വിളിക്കുന്നത്? പേഴ്സൺസ് എന്ന് വിളിക്കുന്നത്. സോ ഇൻഡിവിജ്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ വേർഡ് ഇൻഡിവിജ്വൽ മീൻസ് നാച്ചുറൽ പേഴ്സൺ, ദാറ്റ് ഇസ് ഹ്യൂമൻ ബീങ്. ഇൻഡിവിജ്വൽ ഇൻക്ലൂഡ് എ മൈനർ ഓർ എ പേഴ്സൺ ഓർ അൺസൗണ്ട് മൈൻഡ്. ഡയറ്റീസ് ആർ അസബിൾ ആസ് ജൂറിഡിക്കൽ പേഴ്സൺ. ഈ ഡയറ്റീസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺസ് വരുന്നതാണ്. സാധാരണ ഇൻഡിവിജ്വൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള വ്യക്തിയാണ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. സോ ഇൻഡിവിജ്വൽ ആരാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. X ഓർ Y, നമ്മളെല്ലാവരും ആര് തന്നെയാണ്? ഇൻഡിവിജ്വൽ ആണ്. സോ ഇൻഡിവിജ്വൽ ഈസ് ആൻ അസസി. അടുത്താണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിന്ദു ലോ അപ്ലൈസ് ആയിട്ടുള്ള ഇവരാണ് പറയുന്നത്. HUF എന്ന് പറയുന്ന ഒരു കോമൺ ആൻസെസ്റ്റർ ഉണ്ടാവും. അവരുടെ ഭാര്യമാർ, അൺമാരീഡ് ഡോട്ടേഴ്സ് എല്ലാവരും ഉൾപ്പെടുന്നതാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത്. സോ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ നമ്മൾ എന്തൊക്കെ വരുന്നുണ്ട്? ഈ ജെയിൻ, സിഖ് ഫാമിലിയുടെ നിയമങ്ങളും അതിൽ വരുന്നുണ്ട്. സോ അവരെയും എന്ത് വിളിക്കും? ഹിന്ദു ലോ അവിടെയും അപ്ലൈ ചെയ്യുന്നതാണ്. അവരെയും എന്ത് വിളിക്കും? ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഇതിന് അടുത്തൊരു കമ്പനി. കമ്പനി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഒരു ഇന്ത്യൻ കമ്പനി ആവാം, അതുപോലെ തന്നെ ഒരു ബോഡി കോപ്പറേറ്റ് അല്ലെങ്കിൽ ഇൻകോപ്പറേറ്റ് അണ്ടർ ലോസ് ഓഫ് ഫോറിൻ കൺട്രി, ഇതൊക്കെ എന്ത് വരാം? കമ്പനിയിൽ വരാം. ഇന്ത്യൻ കമ്പനി ഏതായാലും എന്താണ്? കമ്പനിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വരുന്നതാണ് എന്ത്? എനി ഇൻസ്റ്റിറ്റ്യൂഷൻ, അസോസിയേഷൻ ഓർ ബോഡി ഓൺ വിച്ച് വാസ് അസംബിൾ ഓർ വാസ് അസസ്ഡ് ആസ് എ കമ്പനി ഫോർ അസസ്മെൻറ്റ് ഇയർ ഓൺ ഓർ ബിഫോർ 1 April 1970. 1970 മുമ്പ് ഇന്ത്യയിൽ ഒരു കമ്പനിയായിട്ട് തുടങ്ങിയിട്ട് അവരെയും എന്ത് വിളിക്കും? കമ്പനി എന്ന് തന്നെ വിളിക്കും. Then അടുത്താണ് എനി ഇൻസ്റ്റിറ്റ്യൂഷൻ, അസോസിയേഷൻ ഓഫ് ബോഡി വെദർ ഇൻകോപ്പറേറ്റഡ് ഓർ നോട്ട് ആൻഡ് വെദർ ഇന്ത്യൻ ഓർ നോൺ ഇന്ത്യൻ വിച്ച് ഈസ് ഡിക്ലെയർഡ് ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് പറയാനാണ് ഇതിനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ ഇതിനെ കമ്പനിയായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ, കമ്പനിയായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ്? കമ്പനിയാണ്. ഓക്കെ, ഇന്ത്യൻ കമ്പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ഇന്ത്യൻ കമ്പനി എന്ന് വിളിക്കുന്നത്. സോ സെക്ഷൻ 2 സബ്സെക്ഷൻ 26 ഇന്ത്യൻ കമ്പനിയെ പറ്റി പറയുന്നത്. സോ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യൻ കമ്പനി എന്ന് വെച്ചാൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരം, നേരത്തെ 1956 ആയിരുന്നു, ഇപ്പോൾ 2013 ആണ്. 13 പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് ഇന്ത്യൻ കമ്പനി എന്ന് വിളിക്കുന്നത്. ഇതിനടുത്താണ് ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ ഡൊമസ്റ്റിക് കമ്പനി. ഡൊമസ്റ്റിക് കമ്പനി അല്ലാത്ത കമ്പനിയാണ് എന്ന് വിളിക്കുന്നത് ഫോറിൻ കമ്പനി എന്നും വിളിക്കുന്നത്. അടുത്താണ് ഫേം ആണ്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതിനാണ് എന്ന് വിളിക്കുന്നത് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് വിളിക്കുന്നത്. സോ ഫേം എന്താണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ അക്കൗണ്ട്സിലൊക്കെ പണ്ട് പഠിച്ച കാലഘട്ടത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ അത് തന്നെയാണ് ഫേം. അതായത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതിനാണ് വിളിക്കുന്നത് ഫേം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് വിളിക്കുന്നത്. ദെൻ അടുത്താണ് AOP ആൻഡ് BOI. ഓൾറെഡി ഞാൻ പറഞ്ഞു. AOP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് എ പേഴ്സൺ വെദർ ഇൻഡിവിജ്വൽ, HUF, കമ്പനി, ഫേംസ് എക്സെട്ര. ഇൻഡിവിജ്വലിൻ്റെയോ HUFിൻ്റെയോ കമ്പനിയുടെയോ ഫേംസിൻ്റെയോ അസോസിയേഷനാണ് AOP എന്ന് വിളിക്കുന്നത്. പക്ഷേ അതേസമയം BOI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസ് മാത്രമാണ് എന്ത് ഉണ്ടാവുള്ളൂ, ആ ഗ്രൂപ്പിൽ ഉണ്ടാവുള്ളൂ. സോ ഇതൊക്കെ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ആണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. സോ ഇതെല്ലാം ക്ലിയർ ആണ്.
ദെൻ അടുത്താണ് 6th വൺ ആണ് ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റി എന്ന് വെച്ചാൽ നിങ്ങളുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, പോർട്ട് കമ്മീഷണർ, കന്റോൺമെന്റ് ബോർഡ് ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് വിളിക്കുന്നത് ലോക്കൽ അതോറിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് ആണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും അവർക്ക് കിട്ടുന്ന വരുമാനത്തിന് മേലെ അവരെന്ത് ചെയ്യണം, അസസബിൾ ആണ്, അവർ ടാക്സ് അടച്ചേ പറ്റുള്ളൂ എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുക, ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കുക. ദെൻ ലാസ്റ്റ് വണ്ണാണ് ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ. ഈ ഡയറ്റീസ്, ഐഡോൾസ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇതിൽ വരുന്നതാണ് ഈ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് പലതരത്തിലുള്ള വരുമാനം കിട്ടുന്നുണ്ട്. സോ യൂണിവേഴ്സിറ്റി എന്താണ്, അസസബിൾ ആണ്, അവരും എന്ത് ചെയ്യേണ്ടി വരും, ചില സാഹചര്യങ്ങളിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. സോ യൂണിവേഴ്സിറ്റി, ബാർ കൗൺസിൽ എക്സെട്രാ നോട്ട് അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് സച്ച് പേഴ്സൺ ഹാസ് ബീൻ പ്രൊവൈഡ് എക്സംഷൻ ഫ്രം പേയ്മെന്റ് ഓഫ് ടാക്സ്. അവർക്ക് ചില എക്സംഷൻസ് ഉണ്ടെങ്കിലും അവർ പേഴ്സൺസിലാണ് വരുന്നത്. സോ പേഴ്സൺസ് പറയുന്നത് 7 പേരാണ്. ആരൊക്കെയാണ്? ഫസ്റ്റ് വണ്ണാണ് ഇൻഡിവിജ്വൽ, സെക്കൻഡ് വണ്ണാണ് HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, തേർഡ് വണ്ണാണ് കമ്പനി, ഫോർത്ത് വൺ ആരാണ്, ഫേം ആണ്, അഥവാ പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേം ഒക്കെയാണ് ഫോർത്തിൽ വരുന്നത്. അതുപോലെ തന്നെ 5ാമത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ AOP ഓർ BOI അസോസിയേഷൻ ഓഫ് പേഴ്സണും ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആണ് 5ാമത് വരുന്നത്. 6ാമത്തത് ലോക്കൽ അതോറിറ്റി അഥവാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പോലെ അതോറിറ്റീസ് ആണ്. 7ാമത്തെ ആരാണ്, ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ, അതായത് യൂണിവേഴ്സിറ്റിയോ ബാർ കൗൺസിലോ അല്ലെങ്കിൽ ഡയറ്റീസോ ഐഡോൾസിനെയൊക്കെയാണ് വിളിക്കുന്നത്, പറഞ്ഞ് ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ എന്ന് വിളിക്കുന്നത്. സോ ഇവരാണ് പേഴ്സൺസ് എന്ന് വിളിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് പഠിച്ച അസസ്സി, അതുപോലെ തന്നെ അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ, അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ പേഴ്സൺസ് ആരൊക്കെയാണെന്നുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിച്ചു. ക്വസ്റ്റിലേക്കും ആൻസറിലേക്കും പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ വിച്ച് ഇയർ? ആരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് വർഷം കൂടിയാണെന്നുള്ളതാണ് ചോദ്യം. സോ ലോർഡ് ഡൽഹൌസി 1857, സർ ജെയിംസ് വിൽസൺ 1860, ലോർഡ് കാനിങ് 1858, സർ ഹെൻറി മെയിൻ 1865. ആരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തവരാണ് സർ ജെയിംസ് വിൽസൺ ആണ്. അതായത് ബ്രിട്ടീഷ് രാജിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിൽ മിലിറ്ററി മ്യൂട്ടണി ഉണ്ടായ കാലഘട്ടത്തിൽ ആ ഒരു ലോസ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ ആ ലോസിൽ നിന്ന് കരകയറി പോരാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സിസ്റ്റമാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. 1860 സർ ജെയിംസ് വിൽസൺ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ബി, സർ ജെയിംസ് വിൽസൺ 1860. സോ ഇൻകം ടാക്സ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ബൈ സർ ജെയിംസ് വിൽസൺ ടു മീറ്റ് ദ ലോസസ് ഫ്രം ദ 1857 മിലിറ്ററി മ്യൂട്ടണി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ടാക്സബിലിറ്റി സ്റ്റാറ്റസ് ഓഫ് വിന്നിംഗ് ഫ്രം ലോട്ടറി? അതായത് നമുക്ക് വിന്നിംഗ് ഫ്രം ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സബിലിറ്റി എന്താണ്, എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടത്? ടാക്സ് ഫ്രീ അപ് ടു 10,000, 10,000 രൂപ വരെ ടാക്സ് ഫ്രീ ആണ്. ടാക്സ് അറ്റ് 30% ഫ്ലാറ്റ് റേറ്റ്, 30% ടാക്സ് അടയ്ക്കണം. ടാക്സ് ആസ് പെർ സ്ലാബ് റേറ്റ്സ് ഫുള്ളി എക്സം ഫ്രം ടാക്സ്. അപ്പോൾ ഏതാണ് നമുക്കറിയാം, ടാക്സ് അറ്റ് 30% ഫ്ലാറ്റ് റേറ്റ്, 30% ഫ്ലാറ്റ് റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ടാക്സ് റേറ്റ് 30% ഫ്ലാറ്റ് റേറ്റ്. വിന്നിംഗ് ഫ്രം ലോട്ടറി ആ ടാക്സ് റേറ്റ് ഫ്ലാറ്റ് റേറ്റ് ഓഫ് 30% വിത്ത് നോ ഡിഡക്ഷൻ അലൗഡ്, ഡിഡക്ഷൻസ് അലൗബിൾ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് എ കാഷ്വൽ ഇൻകം? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കാഷ്വൽ ഇൻകം എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ കാഷ്വൽ ഇൻകത്തിനെ പറ്റി പഠിച്ചു. കാഷ്വൽ ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒക്കേഷണൽ ആയിട്ട് റിപ്പീറ്റഡ് അല്ലാതെ, അതായത് നോൺ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന, ഇറഗുലർ ആയിട്ട് കിട്ടുന്ന ഒരു ഇൻകത്തിനെയാണ് എന്ത് വിളിക്കുന്നത്, കാഷ്വൽ ഇൻകം എന്ന് വിളിക്കുന്നത്. സാലറി, ബോണസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, അത് കാഷ്വൽ ഇൻകം അല്ല, അത് റെഗുലർ ആയിട്ടുള്ള ഇൻകം ആണ്. ഓക്കെ, ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് വല്ലപ്പോഴും കിട്ടുന്നതാണെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ എന്ത് തന്നെയാണ്, ക്യാപിറ്റൽ ഗെയിൻ കാഷ്വൽ ഇൻകം ആയിട്ട് നമുക്ക് കൂട്ടില്ല. വിന്നിംഗ് ഫ്രം ഹോഴ്സ് റേസ് ഉണ്ട്, പ്രൊഫഷണൽ ഇൻകം. പ്രൊഫഷണൽ ഇൻകം എന്താണ്, റെഗുലർ ഇൻകം ആണ്. വിന്നിംഗ് ഫ്രം ഹോഴ്സ് റേസ് ആണ് കാഷ്വൽ ഇൻകം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. കാഷ്വൽ ഇൻകത്തിന് മേലാണ് 30% എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. സോ ദ റൈറ്റ് ആൻസർ ഏതാണ്, സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. വിന്നിംഗ് ഫ്രം ഹോഴ്സ് റേസ് ആണ്. സോ കാഷ്വൽ ഇൻകം ഇൻക്ലൂഡ്സ് വിന്നിംഗ് ഫ്രം ഹോഴ്സ് റേസ്, ലോട്ടറി, സിമിലർ സോഴ്സ് ദാറ്റ് ഈസ് ഗാംബ്ലിംഗ്, ബെറ്റിംഗ് പോലുള്ള കാര്യത്തിനാണ് വിളിക്കുന്നത് കാഷ്വൽ ഇൻകം എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ചാർജ് ഫോർ ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഇൻകം ടാക്സിൻ്റെ ബേസിസ് ഓഫ് ചാർജ് എന്നാണ്. വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ചാർജ് ഫോർ ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ? അതായത് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ചാർജ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചാർജ് ചുമത്തുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളതാണ്. ആനുവൽ പ്രോഫിറ്റ് ആണോ, പ്രീവിയസ് ഇയേഴ്സ് ഇൻകം ആണോ, കറൻറ്റ് ഇയേഴ്സ് ഇൻകം ആണോ, മന്ത്ലി ഏണിങ്സ് ആണോ?
തീർച്ചയായിട്ടും നമുക്കറിയാം ആനുവൽ പ്രോഫിറ്റ് മേലല്ല അടയ്ക്കേണ്ടത്, പ്രീവിയസ് ഇയർ ഇൻകത്ത് മേലാണ്. പ്രീവിയസ് ഇയറിലെ ഇൻകത്ത് മേലാണ് എന്ത് ചെയ്യുന്നത്, ടാക്സ് ചുമത്തുന്നത്. സോ കറക്റ്റാണ്. ഇൻകം ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ ദ ഇൻകം ഏൺഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ഡ്യൂറിംഗ് ദ അസസ്മെൻറ്റ് ഇയർ. പ്രീവിയസ് ഇയറിലെ ഇൻകത്ത് മേലെ അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻകം ടാക്സ് ലോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നോട്ട് ഇൻക്ലൂഡഡും ഇൻക്ലൂഡഡൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻകം ടാക്സ് ലോ? ഇൻകം ടാക്സ് ലോസിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ഇല്ലാത്തത് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇൻകം ടാക്സ് ആക്ട് 1961 ഇൻകം ടാക്സ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇൻകം ടാക്സ് റൂൾസ് 1962 അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആനുവൽ ഫിനാൻസ് ആക്റ്റും എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്, ഇൻകം ടാക്സ് ലോയിൽ വരും. കാരണം ആനുവൽ ഫിനാൻസ് ആക്ട് നമ്മുടെ പാർലമെൻറ്റിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്താണ് ആനുവൽ ഫിനാൻസ് ആക്ട് വരുന്നത്. അത് ഇൻകം ടാക്സിലെ ഭേദഗതികളും എന്ത് ചെയ്യാറുണ്ട്, ആനുവൽ ഫിനാൻസ് ആക്ടിൽ വരാറുണ്ട്. സോ ഇത് മൂന്നും ഇൻകം ടാക്സ് ലോസുമായിട്ട് കണക്ഷൻ ഉണ്ട്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഡിനൻസ് ഇറക്കുന്നത്, അതായത് നമ്മുടെ നിയമസഭയിൽ, കേരള നിയമസഭയിലൊക്കെ പാസ്സാക്കുന്ന ഓർഡിനൻസ്, അത് ഇൻകം ടാക്സ് ലോയുമായി ബന്ധപ്പെട്ട് ഒരു കണക്ഷൻസും ഉണ്ടാവില്ല. കാരണം അത് വേറെയാണ്, അത് സെൻട്രൽ ഗവൺമെൻറ്റും ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. സോ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഡിനൻസ് ഇൻകം ടാക്സ് ആയിട്ട് എന്തില്ല, യാതൊരു കണക്ഷൻസും ഇല്ല. സോ ദ റൈറ്റ് ആൻസർ നോട്ട് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഡിനൻസ് ആണ്. സോ ദ ടാക്സ് ലോ ഗവേൺഡ് ബൈ സെൻട്രൽ ലോസ് ലൈക്ക് ഇൻകം ടാക്സ് ആക്ട്, റൂൾസ് ആൻഡ് ഫിനാൻസ് ആക്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് നോട്ട് ടാക്സഡ് ആസ് കാഷ്വൽ ഇൻകം? വാട്ട് ഈസ് നോട്ട് ടാക്സഡ് ആസ് കാഷ്വൽ ഇൻകം? അതായത് കാഷ്വൽ ഇൻകം അല്ലാത്തത്. വാട്ട് ഈസ് നോട്ട് ടാക്സഡ് ആസ് കാഷ്വൽ ഇൻകം? കാഷ്വൽ ഇൻകം അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഒക്കേഷണലി നമുക്ക് കിട്ടുന്ന, ഇറഗുലറായിട്ട് കിട്ടുന്ന, നോൺ റിപ്പീറ്റ് എന്നാണ്, റിപ്പീറ്റഡ് അല്ലാതെ കിട്ടുന്ന ഇൻകത്തിനെയാണ് എന്ത് വിളിക്കുന്നത്, കാഷ്വൽ ഇൻകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് നോട്ട് ടാക്സഡ് ആസ് കാഷ്വൽ ഇൻകം? കാഷ്വൽ ഇൻകം അല്ലാത്തത് ഏതെന്നുള്ളതാണ്. വിന്നിങ് ഫ്രം ബെറ്റിംഗ്, ക്യാപിറ്റൽ ഗെയിൻ. വിന്നിങ് ഫ്രം ബെറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, അത് തീർച്ചയായിട്ടും കാഷ്വൽ ഇൻകം ആണ്, നമുക്കറിയാം. ക്യാപിറ്റൽ ഗെയിൻ നോൺ റിപ്പീറ്റേറ്റീവ് ആയിട്ട് കിട്ടുന്നതാണെങ്കിലും അതെന്താണ്, അത് കാഷ്വൽ ഇൻകം അല്ല എന്ന് നമ്മൾ ക്ലാസ്സിൽ പ്രത്യേകം പഠിച്ചിട്ടുണ്ട്. വിന്നിങ് ഫ്രം ഗ്യാംബ്ലിങ്, അതുപോലെ തന്നെ ലോട്ടറി പ്രൈസസ്, ഇതെല്ലാം എന്താണ്, അതെല്ലാം കാഷ്വൽ ഇൻകംസ് ആണ്. സോ വിന്നിങ് ഫ്രം ബെറ്റിംഗ്, ഗ്യാംബ്ലിങ്, ലോട്ടറി പ്രൈസ് എല്ലാം കാഷ്വൽ ഇൻകം ആണ്. നോട്ട് ആസ് എ കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത് ഏതാണ്, ക്യാപിറ്റൽ ഗെയിൻ ആണ്. സോ ക്യാപിറ്റൽ ഗെയിൻ ആണ്, റൈറ്റ് ആൻസർ ബി ആണ്. സോ ക്യാപിറ്റൽ ഗെയിൻ ആർ നോട്ട് കൺസിഡർഡ് കാഷ്വൽ ഇൻകം, ദേ ആർ ടാക്സ്ഡ് അണ്ടർ സെപ്പറേറ്റഡ് ആണ്. 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിലെ 4ാമത്തെ ഹെഡ് ഓഫ് ഇൻകം ആണ് ക്യാപിറ്റൽ ഗെയിൻ. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഹെഡ്സ് ഓഫ് ഇൻകം ആർ ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 14 ഓഫ് ഇൻകം ടാക്സ് ആക്ട്? അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഹൗ മെനി ഹെഡ്സ് ഓഫ് ഇൻകം, എത്ര ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ടെന്നുള്ള, 4 ആണോ 5 ആണോ 6 ആണോ 7 ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. 5 ഹെഡ് ഓഫ് ഇൻകം ആണുള്ളത് അല്ലേ, 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉള്ളതാണ്. ഓക്കെ, ഏതൊക്കെയാണ്? ഇൻകം ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു 5 ഹെഡ്സ്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അങ്ങനെ 5 ഹെഡ് ഓഫ് ഇൻകം ആണ് ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഇയർ മാർക്സ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ? അതായത് എന്നാണ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1857, 1860, 1886, 1922. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? 1860 ആണ്. 1857 മിലിറ്ററി മ്യൂട്ടിനിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ആ ഒരു ലോസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 1860 സർ ജെയിംസ് വിൽസൺ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ റൈറ്റ് ആൻസർ ഇസ് ബി, 1860. ദാറ്റ് ഈസ് ഇൻകം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സർ ജെയിംസ് വിൽസൺ ടു കോമ്പൻസേറ്റ് ഫോർ ലോസസ് ഫ്രം ദ 1857 മിലിറ്ററി മ്യൂട്ടിനി. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഇൻകം ഈസ് ഡീംഡ് അഗ്രികൾച്ചർ ഇൻകം ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 1A? അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 1A പ്രകാരം ഡീംഡ് അഗ്രികൾച്ചർ ഇൻകം ആയിട്ടുള്ളത് ഏതാണ്? ഇൻകം ഫ്രം പോൾട്രി ഫാമിംഗ്. പോൾട്രി ഫാമിംഗ് എന്താണെങ്കിലും എന്തല്ല, അഗ്രികൾച്ചർ ഇൻകം അല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻകം ഫ്രം ബീ ഹൈവിംഗ്, അതായത് തേനീച്ച വളർത്തുന്നതിൽ നിന്നുണ്ടാകുന്ന വരുമാനം, അതും എന്തല്ല, അഗ്രികൾച്ചർ ഇൻകം അല്ല. റെൻറ്റ് ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് യൂസ്ഡ് ഓഫ് അഗ്രികൾച്ചർ ഉണ്ട്. റോയാലിറ്റി ഇൻകം ഫ്രം മൈൻസ് ഉണ്ട്. റോയാലിറ്റി ഇൻകം ഫ്രം മൈൻസും എന്തല്ല, അതും അഗ്രികൾച്ചർ ഇൻകം അല്ല. അപ്പോൾ അഗ്രികൾച്ചർ ഇൻകം അല്ലാത്തത് ഏതൊക്കെയാണ്? പോൾട്രി ഫാമിംഗ്, ബീ ഹൈവിംഗ്, റോയൽറ്റി ഇൻകം ഫ്രം മൈൻസ് ഒന്നും എന്തല്ല, അഗ്രികൾച്ചർ ഇൻകമേ അല്ല.
പിന്നെ ഏതാണ് റെൻറ്റ് ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. അതായത് അഗ്രികൾച്ചർ ലാൻഡ് നമ്മൾ കൃഷിസ്ഥലം നമ്മൾ പാട്ടത്തിന് കൊടുത്തിട്ട് അതിൽ നിന്ന് റെൻറ്റ് കിട്ടുകയാണെങ്കിൽ അത് എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് റെൻറ്റ് റിസീവ്ഡ് അല്ലെങ്കിൽ റെൻറ്റ് ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് യൂസ്ഡ് ഫോർ agriculture. Okay, agricultural income includes rent or revenue from agricultural land in India. Okay, ഇന്ത്യയിലായിരിക്കണം agricultural land, അതുകൂടി ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഗവേണിംഗ് ലോ ഓഫ് ടാക്സേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ടാക്സേഷൻ്റെ നിയമം ഏതാണ്? ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ടാക്സേഷൻ വരുന്നത്? GST ആക്ട്, ഇൻകം ടാക്സ് ആക്ട് 1961, കമ്പനീസ് ആക്ട് 2013, ഫിനാൻസ് ആക്ട് 2023. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഈ ടാക്സേഷൻ്റെ നിയമം ഏതൊക്കെ ഗവേണിംഗിൽ വരുന്നുണ്ടെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ അതാണ് ഇൻകം ടാക്സ് ആക്ട് 1961 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഫിനാൻസ് ആക്ട് വരുന്നുണ്ട്, പക്ഷേ ഒരു ഫിനാൻസ് ആക്ട് മാത്രമല്ല വരുന്നത്, എല്ലാ വർഷത്തെയും ഫിനാൻസ് ആക്ട് വരും. സോ ഫിനാൻസ് ആക്ട് 2023 എന്ന് മാത്രം പറയുന്നത് എന്താണ്, അത് തെറ്റാണ്. ഓക്കെ, ഇൻകം ടാക്സ് ആക്ട് 1961 കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ്. ഓക്കെ, സോ ദ ഇൻകം ടാക്സ് ആക്ട് 1961 ഇസ് എ പ്രൈമറി ലോ ഗവേണിംഗ് ഇൻകം ടാക്സേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൂ ഈസ് കൺസിഡേർഡ് ആൻ അസസി അണ്ടർ ഇൻകം ടാക്സ് ആക്ട്? ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, അസസി ആരാന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ചോദ്യം ഇതാണ്, ഹൂ ഈസ് കൺസിഡേർഡ് ആൻ അസസി അണ്ടർ ഇൻകം ടാക്സ് ആക്ട്? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ആരാണ് അസസി? എ പേഴ്സൺ ലയബിൾ ടു പേ ടാക്സ്, ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് അസസി എന്ന് പറയുന്നു. ഓക്കെ, ഹൂ ഈസ് കൺസിഡേർഡ് അസസി അണ്ടർ ഇൻകം ടാക്സ് ആക്ട്? എ പേഴ്സൺ ലയബിൾ ടു പേ ടാക്സ്, ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആയിട്ടുള്ള വ്യക്തി അസസിയാണ്, ശരിയാണ്. എ പേഴ്സൺ അഗെയിൻസ്റ്റ് ഹൂം പ്രൊസീഡിംഗ് ആർ ഇനീഷ്യേറ്റഡ്, ഒരു വ്യക്തിയുടെ പേരിൽ പ്രൊസീഡിങ്സ്, ഇൻകം ടാക്സിൻ്റെ പ്രൊസീഡിങ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആരാണ്, അസസിയാണ്, അതും ശരിയാണ്. എ പേഴ്സൺ എൻടൈറ്റിൽ ടു റീഫണ്ട് കിട്ടാനുള്ള വ്യക്തിനെ എന്ത് വിളിക്കും, അസസി എന്ന് വിളിക്കും. അപ്പോൾ 3 പേരും അസസിയാണ്. സോ റൈറ്റ് ആൻസർ ഏതാ വരാം, ഡി വരും. ഓൾ ഓഫ് ദ എബവ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. Answer is D. An assessee include anyone liable to pay taxes facing proceedings or eligible for refund. റീഫണ്ട് കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ള വ്യക്തി, പ്രൊസീഡിങ്സ് നേരിടുന്ന വ്യക്തി, ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആയിട്ടുള്ള വ്യക്തി. അത് ടാക്സ് ആവാം, പെനാൽറ്റി ആവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സം ഓഫ് മണി ആവാം. ഇതെല്ലാം നേരിടുന്ന വ്യക്തിനെ നമ്മൾ എന്താ വിളിക്കുക, അസസി എന്നാണ് വിളിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ വിച്ച് സെക്ഷൻ ഡിഫൈൻസ് ദ ടേം അസസി? അതായത് അസസിയുടെ ഡെഫിനിഷൻ കൊടുക്കുന്നത് ഏത് സെക്ഷൻ ആണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സെക്ഷൻസ് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 1, സെക്ഷൻ 2 സബ്സെക്ഷൻ 7, സെക്ഷൻ 2 സബ്സെക്ഷൻ 31, സെക്ഷൻ 4. ഓക്കെ, സോ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? ആൻസർ ബി ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 7 ആണ് അസസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എനിവേ നമ്മുടെ സെക്ഷൻസ് എല്ലാം ഡെഫിനിഷൻ്റെ സെക്ഷൻസ് മിക്കതും വരുന്നത് ഏതാണ്, സെക്ഷൻ 2 ആണ്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഓക്കെ, അതൊരു ഹിൻ്റാണ്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്തത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് എ ഡീംഡ് അസസി? ആരാണ് ഡീംഡ് അസസി, അല്ലെങ്കിൽ എന്താണ് ഡീംഡ് അസസി? സംവൺ ഹൂ വോളണ്ടറി പേ ടാക്സ്, വോളണ്ടറി ആയിട്ട് ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഡീംഡ് അസസി എന്ന് പറയുന്നു. സംവൺ റെസ്പോൺസിബിൾ ഫോർ അനദർ പേഴ്സൺ ടാക്സ് ലയബിലിറ്റി, മറ്റൊരാളുടെ ടാക്സ് ലയബിലിറ്റി മേൽ ടാക്സ് അടയ്ക്കാനായിട്ട് ലയബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഡീംഡ് അസസി എന്ന് പറയുന്നു. എ ഫോറിൻ സിറ്റിസൺ ഏർണിംഗ് ഇൻ ഇന്ത്യ, ഒരു ഫോറിൻ സിറ്റിസൺ ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് വിളിക്കാം, ഡീംഡ് അസസി എന്ന് പറയുന്നു. നൺ ഓഫ് ദ എബോവ്. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആയിട്ടുള്ള വ്യക്തിനാണ് എന്ത് വിളിക്കുന്നത്, ഡീംഡ് അസസി എന്ന് വിളിക്കുന്നത്. സംവൺ റെസ്പോൺസിബിൾ ഫോർ അനദർ പേഴ്സൺസ് ടാക്സ് ലയബിലിറ്റി. വേറൊന്നുമില്ല, നമ്മൾ ഡീംഡ് അസസിയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എൽഡസ്റ്റ് സൺ എന്ത് ചെയ്യുന്നു, അച്ഛൻ്റെ മരണം, അച്ഛൻ വിൽപ്പത്രം എഴുതാതെ മരണപ്പെടുമ്പോൾ എൽഡസ്റ്റ് സൺ എന്തായിട്ട് മാറും, ഡീംഡ് അസസി ആയിട്ട് മാറും. അതുപോലെ തന്നെ എന്താണ്, എൽഡസ്റ്റ് സണ്ണ് പഠിച്ചു, അതുപോലെ തന്നെ ലീഗൽ ഹയർ പഠിച്ചു. അങ്ങനെ ഒരുപാട് ഡീംഡ് അസസിയുടെ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചാണ്. സോ ഹു ഈസ് എ ഡീംഡ് അസസി? സംവൺ റെസ്പോൺസിബിൾ ഫോർ അനദർ പേഴ്സൺ ടാക്സ് ലയബിലിറ്റി, മറ്റൊരാളുടെ ടാക്സ് ലയബിലിറ്റി മേൽ ഒരാൾ എന്താവുക, അസസി ആയിട്ട് മാറുക. അദ്ദേഹത്തിനാണ് ഇത് വിളിക്കുന്നത് ഡീംഡ് അസസി. ഡീംഡ് എന്ന് വെച്ചാൽ എന്താണ്, അസസി ആയിട്ട് ഡീം ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അസസി ആയിട്ട് കരുതപ്പെടുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ എ ഡീംഡ് അസസി ഈസ് സംവൺ ലീഗലി റെസ്പോൺസിബിൾ ഫോർ അനദർ ടാക്സ് സച്ച് ആസ് ലീഗൽ ഹയർ ഓർ എ ഗാർഡിയൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൂ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എ ഡീംഡ് അസസി? ഇതിൽ ആരെയാണ് നമുക്ക് ഡീംഡ് അസസി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക? ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ, അതായത് മരണപ്പെട്ട വ്യക്തിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഡീംഡ് അസസി ആവും, ശരിയാണ്. ഗാർഡിയൻ ഓഫ് എ മൈനർ, ഒരു മൈനറിൻ്റെ ഗാർഡിയൻ ഉണ്ടെങ്കിലും അദ്ദേഹം ഡീംഡ് അസസി ആയിട്ട് മാറും. ഏജന്റ് ഓഫ് എ നോൺ റെസിഡൻറ്റിൻ്റെ ഏജൻറ്റും ഉണ്ടെങ്കിൽ, ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്ന ഒരു നോൺ റെസിഡൻറ്റിൻ്റെ ഏജന്റ് ഉണ്ടെങ്കിൽ ആ ഏജന്റുമാരായിട്ട് മാറും, ഡീംഡ് അസസി ആയിട്ട് മാറും. സോ ഈ 3 പേരുമാരാണ് ഡീംഡ് അസസിയാണ്. സോ ഓൾ ഓഫ് ദ എബവ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഡി. ഡീംഡ് അസസി കവേഴ്സ് ഇൻഡിവിജ്വൽസ് റെസ്പോൺസിബിൾ ഫോർ അതർ ടാക്സ് ലയബിലിറ്റീസ് ഇൻക്ലൂഡിംഗ് മൈനേഴ്സ്, ഡിസീസ്ഡ് പേഴ്സൺ ഓർ നോൺ റെസിഡൻസ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
ഹൂ ഈസ് ആൻ അസസി ഇൻ ഡീഫോൾട്ട്? ഇതിൽ ആരാണ് അസസി ഇൻ ഡീഫോൾട്ട്? എ പേഴ്സൺ ഹൂ ഫയൽസ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, റിട്ടേൺ ഫയൽ ചെയ്യുന്ന വ്യക്തി അസസി ഇൻ ഡീഫോൾട്ട് ആവില്ല. ആൻ എംപ്ലോയർ ഫെയിലിംഗ് ടു ഡെപ്പോസിറ്റ് TDS. ഒരു എംപ്ലോയർ എന്ത് ചെയ്തു? TDS എന്ത് ചെയ്തില്ല? എംപ്ലോയർ ഫെയിലിംഗ് ടു ഡെപ്പോസിറ്റ് TDS, അതായത് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് TDS പിടിച്ചു. ആ പിടിച്ച TDS എംപ്ലോയർ എന്ത് ചെയ്തില്ല? ഗവൺമെൻറ്റിലേക്ക് അടച്ചില്ല. അപ്പോൾ എന്താണ്? അദ്ദേഹം അസസി ഇൻ ഡീഫോൾട്ടാണ്. എ പേഴ്സൺ വിത്ത് നോ പാൻ കാർഡ് അസസി ഇൻ ഡീഫോൾട്ട് അല്ല. എ പേഴ്സൺ പേയിങ് ടാക്സ് ഓൺ ടൈം, ടാക്സ് കറക്റ്റ് സമയത്ത് അടയ്ക്കുന്ന വ്യക്തി എന്തല്ല? അസസി ഇൻ ഡീഫോൾട്ട് അല്ല. അപ്പോൾ ആരാണ് അസസി ഇൻ ഡീഫോൾട്ട്? കൃത്യമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ TDS അടയ്ക്കാതിരിക്കുകയോ കളക്ട് ചെയ്യാതിരിക്കുകയോ എന്ന വ്യക്തിനെയാണ് എന്ത് വിളിക്കുന്നത്? അസസി ഇൻ ഡീഫോൾട്ട് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത് ബി ആണ്. ആൻ എംപ്ലോയർ ഫെയിലിംഗ് ടു ഡെപ്പോസിറ്റ് TDS ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഫെയിലർ ആയിട്ടുള്ള വ്യക്തി. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ട് മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ ഒരു എംപ്ലോയർ TDS പിടിക്കാൻ ലയബിളായിട്ടുള്ള എംപ്ലോയർ ആണെങ്കിൽ അത് പിടിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം. പിടിക്കാതിരുന്നാലും അസസി ഇൻ ഡീഫോൾട്ടാണ്. ഇൻ കേസ് ആ TDS പിടിച്ചിട്ടുണ്ട്, പിടിച്ച എമൗണ്ട് എന്ത് ചെയ്തിട്ടില്ല, ആ വ്യക്തിയുടെ ആ ഇൻഡിവിജ്വലിൻ്റെ പാൻ നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, TDS അടച്ചിട്ടില്ല എങ്കിലും അതും തെറ്റാണ്. സോ ഈ രണ്ട് ഡീഫോൾട്ട് വരുത്തിയ വ്യക്തിയെ എന്ത് വിളിക്കും? അസസി ഇൻ ഡീഫോൾട്ട് എന്ന് വിളിക്കും. മാത്രമല്ല റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുക, ടാക്സ് അടയ്ക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? അസസി ഇൻ ഡീഫോൾട്ടാണ്. സോ അസസ്മെൻറ്റിൽ എന്തെങ്കിലും ഡീഫോൾട്ട് നടത്തിയ വ്യക്തിനെ എന്താ വിളിക്കുക? അസസി ഇൻ ഡീഫോൾട്ട് എന്നാണ് വിളിക്കുക. സോ ദ റൈറ്റ് ആൻസർ ഈസ് ബി, ആൻ അസസി ഇൻ ഡീഫോൾട്ട് ഹൂ ഫെയിൽസ് ടു ഡിഡക്റ്റ് ഓർ ഡെപ്പോസിറ്റ് ടാക്സ് ഓൺ ടൈം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ അസസ്മെൻറ്റ് ഇയർ? എന്താണ് അസസ്മെൻറ്റ് ഇയർ? ദ ഇയർ ഫോർ വിച്ച് ഇൻകം ഈസ് ഏൺഡ്, the year for which the financial year, the year taxes are calculated both B and C. അതായത് എന്താണ് അസസ്മെൻറ്റ് ഇയർ? ദെയർ വിച്ച് ദ ഇൻകം ഈസ് ഏൺഡ്, ഇൻകം ഏൺ ചെയ്ത വർഷമാണ്. ഇൻകം ഏൺ ചെയ്ത വർഷം ഏതാ? പ്രീവിയസ് ഇയർ ആണ്. ദ ഇയർ ഫോളോയിങ് ദ ഫിനാൻഷ്യൽ ഇയറിനെ ഫോളോ ചെയ്യുന്ന വർഷമാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നു. ദ ഇയർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വർഷമാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ബോത്ത് ബി ആൻഡ് സി എന്ന് പറയുന്നത്. ഏതാണ് ആൻസർ? ഡി ആണ്. ബോത്ത് ബി ആൻഡ് സി ആണ്. അസസ്മെൻറ്റ് ഇയർ ഈസ് ദ ഫോളോയിങ് ഇയർ വെൻ ടാക്സസ് ഫോർ ദ പ്രയർ ഇയർ ആർ അസസ്ഡ്. ഓക്കെ, സോ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡി ആണ്. ബോത്ത് ബിയും സിയും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ആൻ അസസ്മെൻറ്റ് ഇയർ? ഒരു അസസ്മെൻറ്റ് ഇയറിൻ്റെ ഡ്യൂറേഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. 1 April to 31 March, 1 January to 31 December, 1 July to 30th June, any 12 month. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? അസസ്മെൻറ്റ് ഇയറിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 April മുതൽ 31 March വരെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് എ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എ ആണ്. അസസ്മെൻറ്റ് ഇയർ റൺസ് ഫ്രം 1 April to 31 March. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. What entities are included in the definition of a person? What entities are included in the definition of a person? അതായത് പേഴ്സൺ എന്ന് പറയുന്നത് ഇൻകം ടാക്സിൽ നമ്മൾ പറഞ്ഞു പേഴ്സൺ ആണ് ടാക്സ് അടയ്ക്കേണ്ടത്, പേഴ്സൺ ആണ് ലയബിലിറ്റി പേ ടാക്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഈ പേഴ്സൺസിൽ 7 ആളുകളാണ് പേഴ്സൺസിൽ ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞു സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പ്രകാരം. സോ ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ വാട്ട് എൻറ്റിറ്റീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് പേഴ്സൺ, പേഴ്സണിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവർ ആരൊക്കെയാണ്? ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ്, HEFും കമ്പനീസും പേഴ്സൺ ആണ്, ലോക്കൽ അതോറിറ്റീസും പേഴ്സൺ ആണ്. സോ ഇവർ 3 പേരും പേഴ്സൺ ആണ്. സോ ഏതാണ് ആൻസർ? ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 31 ഡിഫൈൻസ് പേഴ്സൺ ആസ് ഇൻക്ലൂഡിങ് ഇൻഡിവിജ്വൽ, HUF 2, കമ്പനി 3, ഫേംസ് 4, BOI അതുപോലെ തന്നെ AOP 5 വരും. 5ാമത്തെ ആൾക്കാരാണ് BOI ആൻഡ് AOP. 6ാമത്തെയാണ് ലോക്കൽ അതോറിറ്റി. 7ാമത്തെ ആരാണ്? ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ, AJP എന്നുള്ള പറയുന്ന ഷോർട്ട് ഫോമിൽ നമുക്ക് അറിയപ്പെടും. AJP, ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ. ഓക്കെ, സോ ഇവർ 7 പേരാണ് പേഴ്സൺസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ഫോർ HUF? HUFന് എത്രയാണ് ടാക്സ് റേറ്റ്? സെയിം ആസ് ഇൻഡിവിജ്വലിൻ്റെ സെയിം റേറ്റ് തന്നെയാണ്. ഹയർ ദാൻ ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഓൺ ദ ടേൺ ഓവർ, നൺ ഓഫ് ദ എബോവ്. ഏതാണ്? ഇൻഡിവിജ്വൽസിൻ്റെ സെയിം പോലെ തന്നെയാണ് HUFിൻ്റെയും ടാക്സിൻ്റെ റേറ്റ് വരുന്നത്. സോ ആൻസർ ഈസ് എ, HUF ഈസ് ടാക്സഡ് ആസ് പെർ ദ സ്ലാബ് റേറ്റ് ആപ്ലിക്കബിൾ ടു ഇൻഡിവിജ്വൽ ടാക്സ് പെയർ. അതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ HUF? ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? എ സിംഗിൾ പേഴ്സൺ വിത്ത് ഇൻകം, ഒരൊറ്റ വ്യക്തി, ഇൻകം ഉള്ള വ്യക്തി, അദ്ദേഹത്തിന് ഇൻഡിവിജ്വൽ എന്ന് വിളിക്കുക, HUF എന്ന് വിളിക്കില്ല. ജോയിൻറ്റ് ഫാമിലി ബിസിനസ് ഇൻകം, അതാണ് HUF എന്ന് പറയുന്നത്. എ കമ്പനി മാനേജിങ് ഫാമിലി വെൽത്ത്. ഓക്കെ, കമ്പനി ഫാമിലി വെൽത്ത് മാനേജ് ചെയ്യുന്ന കമ്പനിയല്ല. ബോത്ത് ബി ആൻഡ് സിയുമല്ല. ഏതാണ് ആൻസർ? ബി ആണ്. ജോയിൻറ്റ് ഫാമിലി ബിസിനസ് ഇൻകത്തിനെയാണ് വിളിക്കുന്നത് HUF എന്ന് വിളിക്കുന്നത്. HUF ഈസ് ഫോംഡ് ബൈ ഫാമിലി ഏർണിംഗ് ഇൻകം ഫ്രം ഷെയർഡ് ആൻസെസ്ട്രൽ
ഓർ ജോയിൻറ്റ് പ്രോപ്പർട്ടി അണ്ടർ ഹിന്ദു ലോ പ്രകാരമുള്ളതാണിത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ ആരാണ്? ട്രസ്റ്റ്, യൂണിവേഴ്സിറ്റി, കോർപ്പറേഷൻ, ഓൾ ഓഫ് ദ എബോവ്. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? ഓൾ ഓഫ് ദ എബോവ് ആണ്. ട്രസ്റ്റും യൂണിവേഴ്സിറ്റിയും കോർപ്പറേഷനും എല്ലാം ഏതാണ്? ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ ആണ്. ഓക്കെ, സോ അപ്പോൾ എക്സാമ്പിൾ അടക്കം നമ്മൾ പഠിച്ചു. ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺസ് ആരൊക്കെ വരും? ട്രസ്റ്റ്, യൂണിവേഴ്സിറ്റി, കോർപ്പറേഷൻ, ഇതെല്ലാം ഏതിൽ വരും? ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ വരും. ലോക്കൽ അതോറിറ്റിയിൽ വരുന്നത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദീസ് ക്വാളിഫൈസ് എ ലോക്കൽ അതോറിറ്റി? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ലോക്കൽ അതോറിറ്റി? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഉണ്ട്, പഞ്ചായത്ത് ഉണ്ട്, ബോത്ത് എ ആൻഡ് ബി, പ്രൈവറ്റ്, ട്രസ്റ്റ്. ഏതാ വരുന്നത്? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ലോക്കൽ അതോറിറ്റിയിൽ വരുന്നതാണ്. സോ ബെറ്റർ ആൻസർ വിൽ ബി സി ആണ്. ബോത്ത് എ ആൻഡ് ബി ആണ് വരേണ്ടത്. സി ആണ് കറക്റ്റ് ആണ്. ലോക്കൽ അതോറിറ്റീസ് ഇൻക്ലൂഡ്സ് മുനിസിപ്പാലിറ്റീസ് ആൻഡ് പഞ്ചായത്ത് വിത്ത് മാനേജ് ലോക്കൽ ഗവർണൻസ്. സോ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1, എ പേഴ്സൺ അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 ഇൻക്ലൂഡ്സ് ഇൻഡിവിജ്വൽ, HUF ആൻഡ് കമ്പനീസ്. അതായത് പേഴ്സണിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഇൻഡിവിജ്വലും HUFും കമ്പനിയും ഉണ്ട്. സോ അത് കറക്റ്റാണ്, കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പേഴ്സണിൽ ആരൊക്കെ ഉണ്ട്? ഇൻഡിവിജ്വൽ ഉണ്ട്, HUF ഉണ്ട്, കമ്പനി ഉണ്ട്, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഉണ്ട്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഉണ്ട്, ഫേം ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ ആൾക്കാരുണ്ട്. ഇവർ 3 പേര് ഏതായാലും ഇതിൽ വരുന്നുണ്ട്, പേഴ്സണിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2, കോർപ്പറേഷൻസ് ആൻഡ് ലോക്കൽ അതോറിറ്റീസ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് എ പേഴ്സൺ. അതായത് പേഴ്സൺ എന്ന് പറയുന്നവരിൽ നിന്ന് കോർപ്പറേഷനെ, ലോക്കൽ അതോറിറ്റീനെയൊക്കെ എന്ത് ഇതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് എന്താണ്? അത് തീർത്തും തെറ്റാണ്. ലോക്കൽ അതോറിറ്റി ഏതിൽ വരുന്നതാണ്? ലോക്കൽ അതോറിറ്റിയും കോർപ്പറേഷനൊക്കെ ഇതിൽ വരുന്നതാണ്. അതൊക്കെ പേഴ്സൺസിൽ വരുന്നതാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 റോങ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 മാത്രമാണ് അവിടെ കറക്റ്റ്. സോ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആണ്, റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ ആൻസർ എ ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 31 ഇൻക്ലൂഡ്സ് ഇൻഡിവിജ്വൽസ്, HUF, കമ്പനി, കോർപ്പറേഷൻസ്, ലോക്കൽ അതോറിറ്റീസ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് എ പേഴ്സൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1, എ ഡീംഡ് അസസി ഈസ് സംവൺ റെസ്പോൺസിബിൾ ഫോർ അനദർ ടാക്സ് ലയബിലിറ്റി. ഡീംഡ് അസസി എന്ന് വെച്ചാൽ മറ്റൊരാളുടെ ടാക്സ് ലയബിലിറ്റിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയെയാണ് എന്ത് വിളിക്കുന്നത്? ഡീംഡ് അസസി എന്ന് വിളിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരാൾ ഡിസീസ്ഡ് പേഴ്സൺ മരണപ്പെടാനാണെങ്കിൽ ഡിസീസ്ഡ് പേഴ്സൺ മരണപ്പെട്ട വ്യക്തിയുടെ ലീഗൽ ഹയറോ അല്ലെങ്കിൽ എൽഡസ്റ്റ് സണ്ണോ അങ്ങനെ അവരുള്ളൊക്കെ ഡീംഡ് അസസി ആയിട്ട് മാറും. അപ്പോൾ അയാളുടെ ടാക്സ് ലയബിലിറ്റി ഇവർ അടയ്ക്കേണ്ടി വരും എന്നുള്ളതൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ എ ഡീംഡ് അസസി ഈസ് സംവൺ റെസ്പോൺസിബിൾ ഫോർ അനദർ ടാക്സ് ലയബിലിറ്റി ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 2, ലീഗൽ ഹയേഴ്സ് ആൻഡ് ഏജൻറ്റ്സ് ഓഫ് നോൺ റെസിഡൻറ്റ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡീംഡ് അസസി. അതായത് ഈ നോൺ റെസിഡൻറ്റിൻ്റെ ഏജൻറ്റോ അല്ലെങ്കിൽ ലീഗൽ ഹയർ ആയിട്ടുള്ള വ്യക്തി എന്താണ്? ഡീംഡ് അസസിക്ക് ഒരു എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ആൻസർ ഇസ് ഡി. ഏതാണ്? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഡീംഡ് അസസീസ് ഇൻക്ലൂഡ് ഇൻഡിവിജ്വൽസ് റെസ്പോൺസിബിൾ ഫോർ പേയിങ് ടാക്സ് ഓൺ ബിഹാഫ് ഓഫ് അതേഴ്സ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ആൻ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ AJP ക്യാൻ ഇൻക്ലൂഡ് എ യൂണിവേഴ്സിറ്റി. ഒരു ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സണിൽ എന്തുണ്ടാവും? യൂണിവേഴ്സിറ്റി ഉണ്ടാവും. സോ യൂണിവേഴ്സിറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ എന്ന് വിളിക്കാം. ഇൻഡിവിജ്വൽസ് ആർ ഓൾസോ ക്ലാസിഫൈഡ് ആസ് ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ ഉണ്ടല്ലോ. ഇൻഡിവിജ്വൽ ഒരിക്കലും AJP ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. സോ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഏത് മാത്രമാണ് കറക്റ്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. സോ എ ആണ്. ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ ഇൻക്ലൂഡ് എൻറ്റിറ്റീസ് ലൈക്ക് യൂണിവേഴ്സിറ്റീസ്, നോട്ട് ഇൻഡിവിജ്വൽ അതിൽ വരില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1, എ ഡൊമസ്റ്റിക് കമ്പനി ഇൻക്ലൂഡ് എനി കമ്പനി ഇൻകോപ്പറേറ്റഡ് ഇൻ ഇന്ത്യ. ഒരു ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ഇൻക്ലൂഡ്സ് എ കമ്പനി ഇൻകോപ്പറേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ് ഒരു ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡൊമസ്റ്റിക് കമ്പനി ഇൻക്ലൂഡ്സ് എനി കമ്പനി ഇൻകോപ്പറേറ്റഡ് ഇൻ ഇന്ത്യ. കമ്പനീസ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് ഡൊമസ്റ്റിക് കമ്പനി. എ ഫോറിൻ കമ്പനി ഈസ് ഓൾവേസ് ട്രീറ്റഡ് ആസ് എ ഡൊമസ്റ്റിക് കമ്പനി ഫോർ ടാക്സ് പർപ്പസ്. ഫോറിൻ കമ്പനീനെ എപ്പോഴും ഡൊമസ്റ്റിക് കമ്പനിയായിട്ട് കൺസിഡർ ചെയ്യും ടാക്സ് പർപ്പസിന് വേണ്ടി എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 മാത്രമാണ് കറക്റ്റ്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 മാത്രമാണ് കറക്റ്റ്. ഡൊമസ്റ്റിക് കമ്പനി ഇൻക്ലൂഡ്സ് ദോസ് ഇൻകോപ്പറേറ്റഡ് ഇൻ ഇന്ത്യ. ഫോറിൻ കമ്പനി ആർ ടാക്സ് ഡിഫറൻ്റ്ലി. ഫോറിൻ കമ്പനിക്ക് ടാക്സ് ഡിഫറൻ്റ് ആണ്. അവർക്ക് ടാക്സ് റേറ്റിലും എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. ഡൊമസ്റ്റിക് കമ്പനി പോലെയല്ല. ഓക്കെ, അപ്പോൾ ടാക്സ് റേറ്റ് ഒക്കെ വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, സോ the next question, statement 1, an assessee in default is one who files their income tax return. assessee in default എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന വ്യക്തിനെയാണ് assessee in default എന്ന് പറയുന്നത്. അല്ല, റിട്ടേൺ ഫയൽ ചെയ്യാത്ത വ്യക്തിയാണ് assessee in default എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? ഫോൾസ് ആണ്.
ആൻ അസസി ഇൻ ഡീഫോൾട്ട് ഇൻക്ലൂഡ്സ് എംപ്ലോയേഴ്സ് ഫെയിലിംഗ് ടു ഡെപ്പോസിറ്റ് TDS. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, എംപ്ലോയേഴ്സിൻ്റെ TDS, എംപ്ലോയേഴ്സ് അടയ്ക്കേണ്ട എംപ്ലോയേഴ്സ് TDS ഡെപ്പോസിറ്റ് ചെയ്യണം. അത് അടയ്ക്കാനായിട്ട് ഫെയിലിയർ വരുത്തി കഴിഞ്ഞാൽ അവരെന്ത് വിളിക്കാം, അസസി ഇൻ ഡീഫോൾട്ട് എന്ന് വിളിക്കാം. അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു എംപ്ലോയറിൻ്റെ ഉത്തരവാദിത്തമാണ് എന്താണ്, എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് TDS പിടിക്കുക എന്നുള്ളതും അത് ഗവൺമെൻറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളത്. ആരുടെ പേരിൽ, എംപ്ലോയിയുടെ പാൻ നമ്പറിൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം അവരുടെയാണ്. അത് ചെയ്യാതിരിക്കുന്നു കഴിഞ്ഞാൽ അവരെന്ത് വിളിക്കും, അസസി ഇൻ ഡീഫോൾട്ട് എന്ന് വിളിക്കും. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 മാത്രമാണ് കറക്റ്റ്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. ഓക്കെ, ബി ആണ്. സോ അസസി ഇൻ ഡീഫോൾട്ട് പ്രൈമറിലി റെഫേഴ്സ് ടു ദോസ് ഫെയിലിംഗ് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനിലേക്ക് TDS ഡെപ്പോസിറ്റ്. സോ എനിവേ നമ്മളിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.